വായതിന്റെ ഇടയ്ക്ക് അതൊന്നും പറയില്ല. ഇപ്പൊ നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഇവിടെ കൂടുമ്പോൾ ഓൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഈ സംവിധാനം ഈ നാട്ടുകാർ ഏറ്റെടുത്തിട്ടുണ്ടെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫുകാരുടെ ഒക്കെ ആവേശവും നമ്മുടെ നേതാക്കളുടെ ആവേശമൊക്കെ കാണുമ്പോഴേ അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഇത് വിജയിപ്പിച്ചു തരട്ടെ. ഒരു 3 ക്ലാസ് റൂമിന് മാത്രമുള്ള ചെലവ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കൃത്യമായി നിങ്ങളോട് പറഞ്ഞു. ഇനി ബാക്കിയുള്ളതൊക്കെ ഓൺലൈനിലൂടെ ഈ നാട്ടിലുള്ള ഗൾഫുകാർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ സജീവമായ ശ്രദ്ധ ഈ സ്ഥാപനത്തിന് നേരെ ഉണ്ടാകണം എന്ന് പ്രവാസികളായ ഈ നാട്ടിലെയും മറുനാട്ടിലെയും സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. സദസ്സിലുള്ള എല്ലാവരോടും ഈ വിഷയത്തിലേക്ക് സജീവമായി നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ അല്പനേരം ചില വിചിന്തനീയമായ കാര്യങ്ങൾ പറയുകയാണ്. ഖാലിദ് എന്ന് പറയുന്ന സഹോദരൻ 5000 ഉറുപ്പിക അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് ഭൂമിയിലേക്ക് പൂജാതരായി. നമ്മൾ പറയുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഒരു സ്ഥാപനം നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ചെയ്യുന്ന ദൗത്യം എന്താ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത അതേ ദൗത്യം. നമ്മുടെ ഉമ്മർച്ച നേരത്തെ 25,000 രൂപ പറഞ്ഞതാണ്. അതിൽ അഡ്വാൻസ് ആയിട്ട് 5,000 രൂപ തന്നിട്ടുണ്ട്. അപ്പൊ ഒരു പോക്കറ്റിൽ 25 കൊടുക്കണം എന്നറിയുന്നല്ലോ വന്ന് പോക്കറ്റിലൊക്കെ കൂടി വേറെന്തോ ആവശ്യത്തിന് എടുത്തു വെച്ചതോ ഒക്കെ കൂടി എണ്ണീട്ട് ഇവിടെ കൊടുത്തു പോവാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ നീ ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ റബ്ബേ. നമ്മളൊരു ചെറിയ വിഷയം, ഒരു ഗൗരവമായ വിഷയം, അതിന്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ പറയുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ദൗത്യമാണ് ആലിമീങ്ങൾ നടത്തേണ്ടത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ദൗത്യത്തിന്റെ ഒരു ചെറിയ ഭാഗം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതരായി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ പിതാവില്ല, യതീമായിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. ആമിന ബീവി റളിയല്ലാഹു അൻഹ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലോ സലാത്തല്ല, നിങ്ങൾ ദീർഘമായി പറയില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സമയമുണ്ട്, അപ്പൊ ഞാൻ നിർത്തും. അതിലും നേരത്തെ നിർത്തണമെങ്കിൽ നിങ്ങളൊന്നും ഇങ്ങനെ കൈയോക്കിയിട്ട് പറഞ്ഞാൽ മതി, അതെ സ്റ്റോപ്പ് മതി, ആവശ്യമുള്ളവരെ പറയാൻ പാടുള്ളൂ. ഒന്നുമല്ല, നിങ്ങൾ മണിക്കൂറുകളായി ഇവിടെ ഇരിക്കണം, നിങ്ങൾക്ക് ഇനി പറഞ്ഞാൽ എന്തെങ്കിലും ഏഷോന്നും എനിക്കും അറിയില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയല് അധികവും 20 മിനിറ്റാണ്. ഞാനിപ്പോ 20 മിനിറ്റ് പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ എന്നെ ഇവിടുന്ന് വിടൂല, ഞങ്ങൾ പോകണ്ടെന്ന് അറിയിച്ചു. അതുകൊണ്ട് എന്തായാലും 20 മിനിറ്റ് അല്ല, അതിന്റെ മേലെ കുറച്ച് നമ്മൾ പറയും. ഒരല്പസമയം നമ്മൾ പറയും, ബുദ്ധിമുട്ടല്ലാത്ത സമയം കണ്ട് നിങ്ങൾ പിരിച്ചു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതരായി. ആമിന ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്ക് ജന്മം കൊടുത്തു. പുണ്യനബിയുടെ പിതാവ് ജീവിച്ചിരിക്കുന്നില്ല. ആമിന ബീവി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അതായത് ആമിനാന്റെ പൊന്നുമോനെ എടുത്തുകൊണ്ടുപോയി പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്തു. കുഞ്ഞുകുട്ടിയെടുത്ത് കഅബാലയം തവാഫ് ചെയ്തു. ഈ മോന് ഞാൻ എന്ത് പേരാണ് വെക്കേണ്ടത്? അബ്ദുൽ മുത്തലിബ് ചിന്തിച്ചു. അബ്ദുൽ മുത്തലിബിന്റെ ഖൽബിൽ തോന്നിക്കപ്പെടുകയാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തോന്നലാണ്, മുഹമ്മദ് എന്ന പേര് വെക്കാം. മുഹമ്മദ് എന്ന പേര് വെച്ചു. ആളുകൾ ചോദിച്ചു, മക്കാർ ചോദിച്ചു അബ്ദുൽ മുത്തലിബിനോട്, അബ്ദുൽ മുത്തലിബേ, നിങ്ങൾ എന്തേ ഇതുവരെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു പുതിയ പേര് വെച്ചത്? നിങ്ങളുടെ പിതാമഹന്മാരുടെ ഒന്നും പേരല്ലല്ലോ അവന് വെച്ചത്, ഇതൊരു പുതിയ പേരാണല്ലോ. മുഹമ്മദ് എന്ന പേര് മറ്റാൾക്കും നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, എന്തേ നിങ്ങൾ ഈ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചത്? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, സമ്മൈതുഹു മുഹമ്മദ വഅറത്തു അൻ യഹ്മിദഹു മൻ അലൽ ഗബറാ മുഹമ്മദൻ സമ്മൂ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി. മുഹമ്മദ് എന്ന് ഞാൻ പേര് വെച്ചത്, മുഹമ്മദ് എന്ന് പേര് വെക്കാനുള്ള കാരണം സർവരാലും അവൻ സ്തുതിക്കപ്പെട്ടവനാവണം എന്ന് കരുതിയാണെന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. എല്ലാവരാലും സ്തുതിക്കപ്പെടണം എന്റെ പൊന്നുമോൻ, എല്ലാവരാലും ആദരിക്കപ്പെടണം, എല്ലാവരും ഇവനെ കുറിച്ച് നല്ലത് പറയണം. ഈ ചിന്തയാണ് എന്റെ മോന് മുഹമ്മദ് എന്ന പേര് വെക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിതാമഹൻ വെച്ച പേരാണ് മുഹമ്മദ്. ആ മുഹമ്മദ് എന്ന പേര് വെക്കാനുള്ള തോന്നലുണ്ടായത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തോന്നലാണ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തോന്നലാണ്. അതുകൊണ്ടാണ് ആ പേര് അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ നബുവത്ത് ലഭിച്ചതിന് ശേഷം ആ പേരെടുത്തു പറഞ്ഞ ആ പേര് അല്ലാഹു സമ്മതിച്ചിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശദ്ദാഉ അലൽ കുഫാർ. മുഹമ്മദ് എന്ന പേര് അല്ലാഹു എടുത്തുദ്ധരിച്ച ഒരായത്താണത്. എന്നാൽ റസൂലുള്ളാഹിക്ക് മുഹമ്മദ് എന്ന് മാത്രമല്ല പേര്, ശ്രദ്ധിക്കണേ, 950ഓളം പേരുകൾ റസൂലുള്ളാഹിക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ പല പേരുകളും ആര് വെച്ചതാണ്? അല്ലാഹു തന്നെ വെച്ചിരിക്കുകയാണ്. ഒരു പേര് മാത്രമല്ല റസൂലുള്ളാഹിക്കുള്ളത്, 950ഓളം നാമങ്ങളുണ്ട്. ഹജ്ജിന്റെ സമയമാണല്ലോ, പലരും ഹജ്ജിന് പോകുന്ന ഘട്ടമാണ്. അല്ലാഹു പരിശുദ്ധമായ മക്കയിൽ എത്തിച്ചേരാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹജ്ജിനായി മക്കയിൽ ചെന്നാൽ മദീന മുനവ്വറയിൽ പോയാൽ, മദീന മുനവ്വറയിൽ എത്തുമ്പോൾ എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് വിശുദ്ധമായ മദീനയിലെത്താനുള്ള വിധിയുണ്ടായാൽ മസ്ജിദുൻ നബവിയുടെ ഏറ്റവും മുൻഭാഗത്ത് പോകണം. മസ്ജിദുൻ നബവിയുടെ ഏറ്റവും മുൻഭാഗത്തുള്ള ചുമരിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില പേരുകളെല്ലാം ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. ആ പേരുകൾ പലതും അല്ലാഹു നേരിട്ട് തന്നെ വിളിച്ചതാണ്. അല്ലാഹു തന്നെ നേരിട്ട് കൊടുത്ത പേരുകൾ ആർക്ക്? റസൂലുള്ളാഹ്. നമുക്കൊക്കെ നമ്മുടെ വാപ്പയോ ഉമ്മയോ വലിയപ്പയോ ഒക്കെ ആയിരിക്കും പേര് നൽകിയിട്ടുണ്ടാവുക. എന്നാൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല പേരുകളും നേരിട്ട് നൽകിയത് അല്ലാഹുവാണ്. റബ്ബ് തന്നെ നേരിട്ട് വിളിച്ചതാണ്. അങ്ങനെയുള്ള 4ഓളം അങ്ങനെയുള്ള ഏതാനും പേരുകളുള്ള ഒരായത്താണ് നമ്മൾ ആമുഖമായി ഓതിയത്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറാ. ഈ ആയത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 5 പേരാണ് അല്ലാഹു സൂചിപ്പിച്ചത്. ആ 5 പേരും അല്ലാഹു തന്നെ നേരിട്ട് വിളിക്കുകയാണ്. ആരെ? അല്ലാഹുവിന്റെ ഹബീബിനെ. യാ അയ്യുഹൻ നബിയ്യു, ഹബീബായ നബിയേ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഹബീബായ നബിയേ, ഇന്നാ അർസൽനാക ഷാഹിദ. റസൂലുള്ളാഹിന്റെ ഒരു പേരാണ് ഷാഹിദ്. റസൂലുള്ളാഹിന്റെ പേരാണ് ഷാഹിദ്. മക്കൾക്ക് പേരിടണോ? മുഹമ്മദ് ഷാഹിദ്. രണ്ടും റസൂലുള്ളാഹിന്റെ പേരാണ്. അന്വേഷിച്ചു നടക്കേണ്ടതില്ല, ഖുർആൻ തന്നെ നേരിട്ട് വിളിച്ച പേരാണ്. ഷാഹിദൻ, ഹബീബായ നബിയെ അങ്ങ് ഷാഹിദാണ്. റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്തൊരു പേരാണ് ഷാഹിദ്. ഇതിനർത്ഥം സാക്ഷിയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതങ്ങ് സാക്ഷിയാണ്. ആർക്ക് സാക്ഷിയാണ്? എന്തിന് സാക്ഷിയാണ്? പറയേണ്ടതാണ്. ഞാൻ ഇങ്ങോട്ട് കിടക്കുന്നില്ല. ഒരു ദിവസം പറയാനുള്ള വിഷയം ഈ ഒരൊറ്റ വാക്കിലുണ്ട്. ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. രണ്ടാമത്തെ പേര് അല്ലാഹു ഈ ആയത്തിൽ വിളിച്ചത് മുബശ്ശിറാ. അല്ലാഹുവിന്റെ ഹബീബെ അങ്ങ് സന്തോഷവാർത്ത അറിയിക്കുന്ന ആളാണ്. അല്ലാഹുവിന്റെ ഹബീബിന് കൊടുത്ത പേര് മുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്ന ആളാണ് നബിയങ്ങൾ. 23 കൊല്ലവും ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പണി എന്തെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തെ സന്തോഷവാർത്ത അറിയിക്കലായിരുന്നു. സുവിശേഷവുമായി വന്ന ആളാണ് ഹബീബായ റസൂലുള്ളാഹി. എല്ലാവർക്കും സന്തോഷം. ആർക്ക്? അല്ലാഹുവിനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ആളുകൾക്ക് കടന്നു വരാറുള്ള ഭൂമിയിലുള്ള സന്തോഷങ്ങൾ, ഉഖറവിയായ ലോകത്തുള്ള സന്തോഷങ്ങൾ, ബർസഖിയായ ലോകത്തുള്ള സന്തോഷങ്ങൾ, ഇതെല്ലാം ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് 23 കൊല്ലം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തത്. അതുകൊണ്ട് റസൂലുള്ളാഹി ചെയ്യുന്ന ഡ്യൂട്ടി, ആ ഡ്യൂട്ടി അനുസരിച്ചുള്ള പേരാണ് അല്ലാഹു കൊടുത്തത് മുബശ്ശിറാ. അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് മുബശ്ശിറാണ്. റസൂലുള്ളാഹിന്റെ പേരാണ് മുബശ്ശിർ. ഒന്നാമത്തെ പേരെന്താണ്? വനദീറാ. അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് മുന്നറിയിപ്പ് നൽകുന്ന ആളാണ്. ശ്രദ്ധിക്കണമെന്റെ സഹോദരങ്ങൾ, ഇവിടെയാണ് നമ്മൾ വിഷയം പറയുന്നത്.
ഏതാനും ചില കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. വനദീറ, ലോകത്തിന് നബിയെ മുന്നറിയിപ്പ് നൽകാൻ വന്ന ആളാണ് ഹബീബായി നബി എന്ന് വിശുദ്ധ ഖുർആൻ മക്കക്കാർക്ക് മാത്രമല്ല, മദീനക്കാർക്ക് മാത്രമല്ല, അറബികൾക്ക് മാത്രമല്ല, 14 നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രം എഴുതി വെച്ച ഡാർക്ക് ഏജ് എന്ന ചരിത്രം രേഖപ്പെടുത്തിയ ഇരുണ്ട യുഗത്തിലുള്ള ആളുകൾക്ക് മാത്രം മുന്നറിയിപ്പ് നൽകാനല്ല, പിന്നെയോ ലോകാവസാനം വരെ വരാനുള്ള അവസാനത്തെ ആൾക്കും അവസാനത്തെ ആളെയും മുന്നറിയിപ്പ് നൽകലാണ് നബിയേ അങ്ങയുടെ ഡ്യൂട്ടി എന്ന് വിശുദ്ധ ഖുർആൻ. ഒരു ആലിം നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ? പുണ്യനബി നിർവഹിച്ച ഡ്യൂട്ടിയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഒരു പേരാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു പേര് ഷാഹിദ്, മറ്റൊന്ന് മുബശ്ശിർ, മറ്റൊന്ന് നദീർ, പിന്നെയോ വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ചെയ്യേണ്ട ആളാണ് നബി അങ്ങ്. ദാഇയൻ ഇലല്ലാഹ്. ഇവിടെ ഉണ്ടല്ലോ ഇന്ന് 10, 20, 30, 40 കുട്ടികൾ, എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ? 46 കുട്ടികൾക്ക് അഡ്മിഷൻ നൽകപ്പെടുകയാണ്. 46 കുട്ടികൾക്ക് അഡ്മിഷൻ ചെയ്തു. അവരുടെ രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടാവും, ഈ സ്ഥാപനം നടത്തുന്ന നേതാക്കൾ ഇവിടെ ഉണ്ടാവും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ സ്ഥാപനം ചെയ്യുന്ന പണി അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ പറ്റുന്ന ആലിമീങ്ങളെ വാർത്തെടുക്കുകയാണ്. അല്ലാഹു പറഞ്ഞ പണിയാണത്. റസൂലുള്ളാഹിക്ക് അല്ലാഹു പേരിട്ട് വിളിച്ചത് തന്നെ ദാഇയൻ. റസൂലുള്ളാഹിന്റെ പേരാണ് ദാഇ. ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഓരോ ആലിമും 12 കൊല്ലം കഴിയുമ്പോൾ ദാഇയായാണ് പുറത്തിറങ്ങുന്നത്. ഉസ്താദ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബ് ചെയ്ത പണിയാണത്. 5ാമത്തെ പേരെന്തായി ആയത്തിൽ പറഞ്ഞത്? വസിറാജൻ മുനീറാ, പ്രകാശിക്കുന്ന വിളക്കാണ് നബി അങ്ങ്. സിറാജ്, റസൂലുള്ളാഹിന്റെ പേരാണ് സിറാജ്, വിളക്ക്. വിളക്ക് നമ്മൾ എന്തിനാ ഉപയോഗിക്കാറുള്ളത്? വിളക്കെന്തിനാ ഉപയോഗിക്കുക? വിളക്കെന്തിനാ ഉപയോഗിക്കുക? വെളിച്ചത്തിന്. വെളിച്ചെന്തിനാ? നിങ്ങൾക്ക് എന്റെ ഭാഷ അറിയുമെന്ന് മനസ്സിലാവണമെന്ന് നോക്കണ്ടേ? കർണാടകത്തിലാണ് ഞാനുള്ളത്, കുറെ ഉള്ളിലാ പോകുന്നത്. കാസർഗോഡിന് ചേർന്നാണെങ്കിൽ കുറെയൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിച്ചു. എനിക്ക് തിരിയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അല്ലേ? വിളക്കെന്തിനാ ഉപയോഗിക്കാറുള്ളത്? വെളിച്ചത്തിനല്ലേ? വെളിച്ചെന്തിനാ? വെളിച്ചെന്തിനാ? കാണാൻ. എന്ത് കാണാൻ? നമുക്ക് ആവശ്യമുള്ളതൊക്കെ കാണാൻ. എന്നെ ശ്രദ്ധിക്കണേ, വല്ലാത്തൊരു പദമാണിത്, വല്ലാത്തൊരു പദമാണിത്. ഈ ഒരൊറ്റ പദത്തിൽ നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാവുന്നത് നമ്മളെല്ലാരും കൂടെ പങ്കുവെച്ച് പറഞ്ഞാലും വസിറാജൻ മുനീറ, അങ്ങ് സിറാജാണ് നബിയെ, വിളക്കാണ്. വിളക്ക് മനുഷ്യന് ഉപയോഗിക്കാറുള്ളത് വെളിച്ചത്തിനാണ്. വെളിച്ചം കാണാനാണ്. എന്ത് കാണാൻ? ആവശ്യമുള്ളതൊക്കെ കാണാൻ. ഹബീബായ റസൂലുള്ളാഹിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ്, നബി അങ്ങ് വെളിച്ചാണ്. ലോകത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അങ്ങയിൽ തെരഞ്ഞാൽ മതി. അങ്ങ് പഠിപ്പിച്ച അധ്യാപനത്തിൽ തെരഞ്ഞാൽ മതി, കാണാൻ കഴിയും. ഇല്ലാത്തൊരു പദമാണത്, ശരിയല്ലേ? ചൊവ്വയിലേക്ക് എന്താ ശാസ്ത്രം പറയുന്നത്? 2025 ഭൂമിയിലുള്ള 50,000 ആളുകളെ ഞങ്ങൾ ചൊവ്വയിൽ കൊണ്ടുപോയി പാർപ്പിക്കുമെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. മാത്രല്ല, ഇപ്പൊ ഈ ഇടയായി ചൊവ്വയുടെ ഒരു ഫോട്ടോ പത്രത്തിലൊക്കെ വന്നില്ലേ, കണ്ടില്ലേ നിങ്ങളൊരു ചിത്രം? എന്താ? ചൊവ്വയിലെ ഒരു സ്ത്രീയുടെ രൂപമാണ് എന്ന് തോന്നുന്നു എന്നാവൂല് പറഞ്ഞത്. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് നിരീക്ഷണ വാഹനം അയച്ചു തന്ന ഫോട്ടോ ഒരു സ്ത്രീ നടന്നു പോകുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് ചൊവ്വയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. സംശയിക്കണ്ടില്ല, ചൊവ്വയിൽ മനുഷ്യ സാന്നിധ്യമില്ല. അതെങ്ങനെ നിങ്ങൾ ഉറക്കു പറയാ? ഇല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വൽ അർള വദഅഹാ ലില്ലനാം, ഭൂമിയിലാണ് മനുഷ്യരുള്ളത് എന്ന് ഖുർആൻ. സിറാജം മുനീറ. ഞാൻ പറഞ്ഞത് ഏറ്റവും അടുത്തു വന്ന റിപ്പോർട്ട് പോലും ശാസ്ത്രത്തിന് പലതും അറിയാതിരിക്കുമ്പോൾ, ശാസ്ത്രമേ നിങ്ങൾക്കറിയേണ്ടത് ഈ പ്രവാചകനിൽ തെരഞ്ഞാൽ മതി നിങ്ങൾക്ക്. സിറാജം മുനീറ, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്ക് മാത്രമല്ല, ചെറുപ്പക്കാരെ നമുക്ക് മാത്രമല്ല, മുഴുവൻ ലോകത്തിനുമുള്ള വെളിച്ചമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഴുവൻ ലോകത്തിനുള്ള വെളിച്ചം. അല്ലാഹുവേ, ബോധം തരണേ റബ്ബേ. നോക്കൂ നിങ്ങൾ, ഓരോ പദവും ഓരോ വിജ്ഞാനത്തിന്റെയും കവാടമാണ്.
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഓരോ നാമങ്ങളും ഓരോ ദിവസം നമ്മൾ പറയേണ്ട വിഷയമാണ്. ഇതിൽ ഞാൻ നദീർ എന്ന് പറയുന്ന പദത്തിൽ കേന്ദ്രീകരിച്ചാണ് ഒരു അല്പകാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. നദീർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകുന്ന ആൾ എന്നാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുന്നറിയിപ്പ് നൽകാനായി അല്ലാഹു നിയോഗിച്ച ആളാണ്. അപ്പൊ നമ്മൾ കരുതിയിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചല്ല 14 നൂറ്റാണ്ട് മുമ്പ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡെങ്കിപ്പനിയുടെ, അതേപോലെ ഡെങ്കിപ്പനിയുടെ, പക്ഷിപ്പനിയുടെ, ആന്ത്രാക്സിന്റെ, എലിപ്പനിയുടെ ഇതൊക്കെ ഭീകരമായ അവസ്ഥയിലാണ് ലോകമുള്ളത്. ഞാൻ ഈയിടെ ഒരു റിപ്പോർട്ട് വായിച്ചു. ഇന്നാലിന്റെ സ്കൂളിലെ കുട്ടികൾ കൊതുകിനോട് യുദ്ധം ചെയ്യുന്നു. കൊതുകിനോട് യുദ്ധം ചെയ്യുന്നാൽ ഓല് പോയിട്ട് കൊതുകുകളെ മുഴുവൻ നശിപ്പിക്കാം. കൊതുകിനോടായി കൊതുകിനോട് യുദ്ധം ചെയ്തിട്ട് വല്ല മനുഷ്യൻ ജയിക്കൂ? കൊതുകിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയില്ല. ജയിക്കണമെങ്കിൽ കൊന്നൊടുക്കണമെങ്കിൽ ഓല് എത്ര ഉണ്ടെന്ന് തിരിയണേ. ഞാൻ പറയുന്നത് മനുഷ്യൻ വിഡ്ഢിത്തത്തിന്റെ ലോകത്താണ്. ഇതിനെല്ലാമുള്ള പരിഹാരം എന്ത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി എപ്പോഴാണ് ഡെങ്കിപ്പനിയെ പേടിക്കേണ്ടത്, അതേപോലെ എലിപ്പനിയെ പേടിക്കേണ്ട കാലമേത്? 14 നൂറ്റാണ്ട് മുമ്പ് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കടന്നു പോകാം. ചില പ്രധാന കാര്യങ്ങളിലൂടെ കടന്നു വരുന്നു. ആ ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇല്ലെങ്കിൽ എത്തിയെടുത്തിട്ട് അവസാനിപ്പിക്കും. പിന്നെ എപ്പോഴെങ്കിലും വരാൻ തൗഫീഖ് ഉണ്ടെങ്കിൽ ബാക്കി പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ഇന്ന് നമ്മൾ പറഞ്ഞാൽ തീരുന്ന വിഷയമില്ലത്. കാരണം റസൂലുള്ളാഹിന്റെ മുന്നറിയിപ്പ് പറഞ്ഞാൽ 23 കൊല്ലവും റസൂൽ ചെയ്ത പണിയതാണ്. അതൊക്കെ പറയണം. 23 കൊല്ലം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം നമുക്ക് കേവലം 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് ഉറപ്പല്ലേ? അതുകൊണ്ട് അതിപ്രധാനമായ ചില കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് മുന്നറിയിപ്പ് നൽകിയ ഏറ്റവും ഗൗരവമായ വിഷയം ഏതാണ്? ഏറ്റവും ഗൗരവമായ വിഷയം ശിർക്കാണ്. നല്ലോ ശ്രദ്ധിക്കണേ. ഏറ്റവും ഗൗരവമായ വിഷയം ഏതാണ്? ശിർക്ക്. എന്താ പുണ്യനബി പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിനോട് പങ്കു ചേർക്കുക എന്നത് അല്ലാഹു ഇഷ്ടപ്പെടില്ല. അല്ലാത്ത ഏത് തെറ്റു ചെയ്താലും അല്ലാഹു അത് പൊറുത്തു തന്നേക്കാം. ശിർക്ക് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതുകൊണ്ട് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണം. എന്നിട്ടോ ശിർക്കിൽ നിന്നൊരാൾ രക്ഷപ്പെടുമ്പോൾ അയാൾ ശുദ്ധമായ വിശ്വാസത്തിലേക്കാണ് എത്തിപ്പെടുക. ശുദ്ധമായ വിശ്വാസം അനിവാര്യമാണ് ഉഖറവിയായ ലോകത്തെ രക്ഷപ്പെടാൻ. എന്തുകൊണ്ട്? ശുദ്ധമായ വിശ്വാസമില്ലാത്ത ആളുകളെയല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ഖുർആൻ അടിക്കടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസം ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ദൗത്യം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒന്നാമത്തെ ദൗത്യം വിശ്വാസം ശരിപ്പെടുത്തലാണ്. വിശ്വാസം ശരിയില്ലേ അയാളുടെ വാസസ്ഥലം നരകമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അയാൾ എത്ര നല്ല കാര്യം ചെയ്താലും ശരി. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളാണ്. വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ യഥാർത്ഥമായി നമ്മൾ വിശ്വസിക്കണം. 6 കാര്യമാണ് പുണ്യനബി പഠിപ്പിച്ചത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി വൽയൗമിൽ ആഖിർ വൽഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഒരാൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6 എണ്ണമാണ്. അൻ തുഅ്മിന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കണം. വമലായികതി, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കണം. വകുതുബിഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. വറസൂലിഹി, അല്ലാഹുവിന്റെ പ്രവാചകന്മാരായി കടന്നു വന്ന 1,24,000 വരുന്ന പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. ഞാൻ വേഗം പറഞ്ഞു പോവാൻ. സദേ ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസത്തിൽ യാതൊരു കുറവുമില്ല, ശരിയാണ്. വൽയൗമിൽ ആഖിർ, ഖിയാമത്ത് നാളിൽ വിശ്വസിക്കണം. ഖിയാമത്ത് നാളിൽ വിശ്വസിക്കാത്ത ഒരു അമുസ്ലിം പോലും ഇല്ല എന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ട്? എല്ലാവരും പറയേണ്ട യൂണിവേഴ്സ് വൺ ഡേ എക്സ്പ്ലോഡ്.
if its expansion continue, ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് പ്രപഞ്ചത്തിന്റെ തകർച്ചയിലേക്കുള്ള സൂചനയാണ് എന്ന് പറഞ്ഞ ശാസ്ത്രീയമായ സത്യം ലോകം അംഗീകരിച്ചു. ശാസ്ത്രീയ സത്യം ലോകം അംഗീകരിച്ചു. എന്നാൽ 14 നൂറ്റാണ്ട് മുമ്പ് ഈ കാര്യം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, ലോകം അവസാനിക്കാനുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, അമുസ്ലിങ്ങൾ പോലും വിശ്വസിക്കുന്നുണ്ട് ലോകം അവസാനിക്കും. ഇതിനൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എന്നാൽ ഈമാനിന്റെ 6ാമത്തെ കാര്യമുണ്ട്. അതിലേക്കൊന്ന് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരണം. സമയമില്ലാത്തതുകൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട ക്യാൻസറായി നമ്മെ ബാധിക്കുന്ന ചില മാരകമായ അപകടങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. എന്താ 6ാമത്തെ കാര്യം? അൽ-ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖദറിലുള്ള വിശ്വാസമാണ്. ഖദറിലുള്ള വിശ്വാസം ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ ഖദറനുസരിച്ചല്ലാതെ, റബ്ബിന്റെ നിശ്ചയപ്രകാരമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നേയില്ല. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ 6ാമത്തെ ഭാഗമാണ്. അൽ ഈമാനു ബിൽ ഖദർ. ഈ വിശ്വാസത്തിൽ പോലും വൈകല്യം വന്നാൽ അയാളുടെ ഈമാൻ പൂർണ്ണമാവൂല്ല. ശ്രദ്ധിക്കണം. ഒരാൾ, അയാളുടെ പിതാവ് പെട്ടെന്ന് മരണപ്പെട്ടു. അത് കഴിഞ്ഞ് 6ാമത്തെ മാസം അയാളും ഭാര്യയും കൂടെ യാത്ര ചെയ്യുമ്പോൾ ആക്സിഡന്റായി. ഇയാളുടെ കാലിന് പരിക്ക് പറ്റി. അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴാണ് അയാളുടെ മൂത്ത മകൻ വെള്ളത്തിൽ പോയി മരിച്ചത്. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോഴാണ് അയാളുടെ പെങ്ങൾക്ക് വയറിന് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. ഉടനെ നമ്മൾ ചിന്തിക്കണ്ട അതല്ലോ. സാധാരണ ചില ആളുകൾ ഉള്ളിൽ ചിന്തിക്കാറുണ്ടത്, ആരാണാവോ ഞങ്ങൾക്കെതിരെ കൂടോത്തരം ചെയ്യുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഞങ്ങൾക്കെതിരെ കൂടോത്തരം ചെയ്യുന്നത്? ആരാ ഞങ്ങളുടെ പിന്നിലുള്ളത്? ആരുമല്ല. ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയുമായ ഏതു കാര്യം നിന്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ എല്ലാം അല്ലാഹുവിന്റെ ഖദർ മുഖേനയാണെന്ന് വിശ്വസിക്കൽ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഓർക്കുന്നു 6 മാസം മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞത്, എനിക്ക് കിഡ്നിക്ക് തകരാറ്, അതൊക്കെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 4 മാസം കഴിഞ്ഞപ്പോ ഭാര്യ ക്യാൻസർ ആയത്. അതിനിടയ്ക്കാണ് ഉമ്മ ആക്സിഡന്റായി മരിച്ചത്. ഉസ്താദേ, വല്ല തകരാറുണ്ടോന്ന് നോക്കാൻ പറ്റുന്ന ആളാരാ? വല്ല തകരാറുണ്ടോന്ന് നോക്കാൻ പറ്റുന്ന ആളാരാ? പണിക്കരെ, പറയനെ, പാണനെ, അതേപോലെയുള്ള ജ്യോത്സ്യന്മാരടക്കമുള്ള ആളുകളെ ഇത്തരം കാര്യത്തിന് വേണ്ടി സമീപിക്കുക. അതേപോലെ കൂടോത്തരം ചെയ്യുന്ന, സിഹ്റു ചെയ്യുന്ന ആളുകളെ സമീപിക്കുക. തങ്ങൾക്ക് എന്തു പറ്റി എന്ന് അവരോട് ചോദിച്ചു മനസ്സിലാക്കുക. പ്രിയമുള്ള മുഅ്മിനേ, ശ്രദ്ധിക്കണം. നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത്തരത്തിലുള്ള ആളുകളെ സമീപിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ. മുഹമ്മദിന്റെ മേൽ ആ വാക്കിന്റെ ശൈലി ഒന്ന് നോക്കൂ നിങ്ങൾ. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ. മുഹമ്മദിന്റെ മേൽ ഇറക്കപ്പെട്ടത് നിഷേധിച്ച ആളാണ് അയാളെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്നോ അല്ലാഹുവിന്റെ ഖദറില്ലാതെ സംഭവിക്കില്ല. ജീവിതം പരീക്ഷണമാണ്. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി. പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും ചേർന്നുള്ള സങ്കലനത്തിൽ നിന്ന് മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചത് നബ്തലീഹി, പരീക്ഷിക്കുവാനാണ്. നല്ല ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങൾ, പരീക്ഷിക്കുവാൻ. അല്ലാഹ് നമ്മളെ സൃഷ്ടിച്ചത് തന്നെ പരീക്ഷിക്കുവാനാണ്.
അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ പരീക്ഷണമാണ്. പരീക്ഷണം എവിടെയെല്ലാം ഉണ്ടാവാം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. വിശുദ്ധമായ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. പരീക്ഷണം എവിടെയെല്ലാം ഉണ്ടാവാം. സഹോദരങ്ങൾ ശ്രദ്ധിക്കണേ. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, നിങ്ങൾക്ക് ഭയം നൽകിയിട്ട് നമ്മൾ നിങ്ങളെ പരീക്ഷിക്കാമെന്ന് പരിശുദ്ധ ഖുർആൻ. ഭയം, പേടി, ഭയം, പേടി. എന്താ? ഒറ്റക്കിരിക്കാൻ കഴിയുന്നില്ല. സതേ എപ്പോഴും ഒരു ചിന്തയാണ്. ഈ ആഴ്ച ഒരാൾ വിളിച്ചല്ലോ, എന്നോട് പറഞ്ഞു എപ്പോഴും എനിക്ക് പേടി തോന്നുകയാണ്, ഒറ്റക്ക് നടക്കാൻ കഴിയുന്നില്ല, കടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഭയം, ഭയത്തിന്റെ ഒരു ശാഖയാണ് ടെൻഷൻ. ഭയത്തിന്റെ ശാഖയാണ് ടെൻഷൻ. എന്താ ആധുനിക മനഃശാസ്ത്രം പറഞ്ഞാലുകളെ? ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ഇന്ന് നമ്മൾ കണ്ടുവന്നതിൽ 152% ആളുകളും 100 ആളൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ അതിൽ 52 ആളും മാനസിക രോഗികളാണ്. അത്രമാത്രം മാനസിക രോഗം വർദ്ധിച്ച കാലമാണിത്. എന്താണതിന്റെ കാരണമെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. നമ്മളെ അതിഥികളായി വന്ന ഉസ്താദുമാരൊക്കെ തിരിച്ചു പോവാണ്. ബഹാവുദ്ദീൻ ഉസ്താദ് അടക്കം ഷാഫി ഹാജിലൊക്കെ തിരിച്ചു പോവാണ്. അള്ളാഹു അവരുടെ യാത്ര എളുപ്പമാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായി ദീനിന് ചെയ്യുന്ന സേവനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ആരോഗ്യത്തോടെ ഒരുപാട് കാലം ഈ സമുദായത്തിന് സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ചെറുശ്ശേരി ഉസ്താദ്, പാണക്കാട് തങ്ങന്മാർ, സമസ്തയുടെ നേതാക്കൾക്കൊക്കെ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. റബ്ബർ തോട്ടുണ്ട്. ആ റബ്ബർ തോട്ടത്തിന്റെ തൊട്ടടുത്ത് അവിടെയുള്ള തഹജ്ജുദ് പോലും നിസ്കരിക്കാൻ എല്ലാ ദിവസവും പള്ളിയിലെത്തുന്ന ഒരു സാധുവായ മനുഷ്യണ്ട്. അയാൾക്കുണ്ട് 2 ഏക്കർ റബ്ബർ തോട്ടം. രണ്ടാളും റബ്ബർ വെട്ടിപ്പിടിപ്പിച്ചത് ഒരേ കൊല്ലം. നിരീശ്വരവാദിയുടെ റബ്ബർ എന്തൊരു ഉഷാറിലാണ് ഉണ്ടാവണത്. ഈ ഉസ്താദിന്റെ റബ്ബറൊക്കെ ഉണങ്ങിപ്പോയി. അപ്പൊ ഈ നിരീശ്വരവാദി തന്റെ തോട്ടത്തിൽ നിന്നിട്ട് പറയാ, അല്ലേ ദൈവല്യാന്ന് ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് ഭൂമി കണ്ടോ എനിക്ക് മുളപ്പിച്ചു തരുന്നത്? അയാള് ദൈവണ്ട് അള്ളണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ട് അയാളുടെ അള്ളേണ്ട അയാളുടെ റബ്ബർ തോട്ടം നോക്കാതിരുന്നത്? നിരീശ്വരവാദിയുടെ ചോദ്യം. അല്ലാഹു പറയുകയാണ്, നിങ്ങളെ പരീക്ഷിക്കാനാ ഞാൻ സൃഷ്ടിച്ചത്. പരീക്ഷണം നിങ്ങൾക്ക് ബിനഖ്സിൻ മിനൽ അംവാൽ, സ്വത്ത് കുറച്ചുകൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാം. ഇയാൾ ബാംഗ്ലൂരിൽ പോയി ഒരു കച്ചവടം തുടങ്ങി, പൊട്ടിപ്പോയി. പിന്നെ മംഗലാപുരത്ത് വന്നു, അതും പൊട്ടി. പിന്നെ അയാൾ ദുബായിൽ പോയി. ആദ്യത്തെ 6 മാസമൊക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു, പിന്നെയും പൊട്ടി. ബിനബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ. ആദ്യത്തെ കച്ചവടം തകർന്നപ്പോ തന്നെ അയാൾ പോയത് ജ്യോത്സ്യന്റെ അടുത്താണ്. ജ്യോത്സ്യനോട് ചോദിച്ചു, എന്റെ അടുത്ത കടക്കാരൻ പാര വെച്ചതാണോ? അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് പാരയുണ്ട്. രണ്ടാമത്തെ കച്ചവടം പൊട്ടിയപ്പവൻ പോയത് ഇതല്ലാഹുവിന്റെ വിധിയാണെന്ന് ചിന്തിക്കാൻ ഓർക്കാൻ അവന്റെ മനസ്സ് സമ്മതിച്ചില്ല. ആരാണ് എന്റെ പിന്നിൽ പാരപണിയായി നടക്കുന്നത് എന്നാണ് അവൻ ആലോചിച്ചത്. പ്രിയമുള്ള മുഅ്മിനേ, വിശുദ്ധ ഖുർആനാ പറയുന്നത്, അല്ലാഹു നിങ്ങളെ പരീക്ഷിച്ചേക്കാം. എങ്ങനെ? നിങ്ങളുടെ സമ്പത്ത് കുറച്ചുകൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. ഇതിന്റെ പരീക്ഷണാണ്. ഞാൻ ആലോചിക്കാം, ഒരു ടൗണിൽ പഴയ കാലത്ത് ഈ ലാൻഡ് ഫോണുള്ള സമയം ലാൻഡ് ഫോൺ കേബിളൊക്കെ റോഡ് സൈഡിൽ, അല്ലേ, റോഡ് സൈഡിലാണല്ലോ ടെലിഫോണിന്റെ കേബിൾ കുഴിച്ചിട്ടിരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കുറെ ജോലിക്കാർ കയറി വരും, അവരാ പണിയൊക്കെ എടുത്താ പോവാൻ. ഇപ്പത് അങ്ങനെയായിരുന്നെങ്കിൽ ജോലിക്കാരെ കിട്ടൂലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജയലളിത തമിഴ്നാട്ടിൽ നിന്ന് ആരും കൂടെ പറഞ്ഞേക്കുന്നുണ്ട്. പിന്നെ ബംഗാളികളെ കയറുന്നു, ഓലൊക്കെ ഹോട്ടലിൽ കയറിയിട്ടൊരു പച്ചവെള്ളം പോലും കിട്ടണമെങ്കിൽ കേരളക്കാരൻ പോലും എന്താവണം, ഹിന്ദി പറയണം. ഞാനൊരുക്ക ചുടുവെള്ളം എന്ന് പറഞ്ഞപ്പോൾ ഓൻ കൊണ്ടുവന്നിട്ട് ചപ്പാത്തി കൊടുത്തിട്ട്
അപ്പൊ ഞാൻ ചോദിച്ചു ഭായിജാൻ, അപ്പോഴേ എനിക്ക് മനസ്സിലായവനിത് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഭായിജാൻ ഹം ആപ്സെ ഗരം പാനി नहीं पूछा, ചപ്പാത്തി पूछा. അപ്പൊ പറഞ്ഞു ഹം തോ 3 ദിവസം കേരള में काम करते हैं. 3 ദിവസമായിട്ടുള്ള നമ്മൾ കേരളത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, മലയാളം പറഞ്ഞിട്ടില്ല. അപ്പോൾ അവന് മനസ്സിലായി. ഞാൻ ഓർക്കുന്നു, ഒരു ടൗണിൽ തമിഴന്മാരായ അണ്ണന്മാര് ചാല് കീറാണ്, ടെലിഫോൺ കേബിൾ ഇടാൻ വേണ്ടി ചാല് കീറുന്ന സമയം ഇവരുടെ ഓരോ പിക്കാസും പോയി കൊത്തുമ്പോ ഓരോ പിക്കാസും പോയി വീണത് ഓരോ കുപ്പീന്റെ മേലെ. അപ്പൊ എന്താ, ഈ കടക്കാരൻ മറ്റേ കടക്കാരന് പാര വെച്ചതാണ്. ഓ വേറെ ആൾക്ക് പോയപ്പോ ഓനോട് പറഞ്ഞു നിങ്ങൾക്കൊരു പാരണ്ട്. അപ്പൊ തിരിച്ചിങ്ങോട്ടൊരു പാര വെച്ചതാണ്. എന്താ എന്റെ കച്ചവടം പൊട്ടിപ്പോരുത്? ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിൽ വിശ്വാസല്ലേ? എന്താ നമ്മൾ വിശ്വാസികളാണെന്ന് പറയുന്നതിന്റെ അർത്ഥം? الإيمان بالقدر خيره وشره من الله تعالى. നന്മയും തിന്മയുമായ എന്തൊക്കെ കാര്യം നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ടോ, രാജാതിരാജനായ അല്ലാഹുവിന്റെ ഖദർ കൊണ്ടാണെന്ന് നീ വിശ്വസിക്കൽ നിന്റെ ഈമാന്റെ ഭാഗമാണ്. അങ്ങനെ വല്ല അപകടവും സംഭവിക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്താ പറയാനാ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്? പഠിക്കണം എന്റെ പ്രിയമുള്ളവരെ. ഇപ്പൊ സ്വത്ത് കുറച്ചുകൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാം. ജ്യേഷ്ഠൻ ചെയ്ത കച്ചവടമൊക്കെ ഭയങ്കര ഉഷാർ, അഞ്ചൻ ചെയ്യുന്നൊക്കെ പൊട്ടിപ്പോവാ. അപ്പൊ ജ്യേഷ്ഠൻ വിചാരിക്കാം അഞ്ചൻ എന്റെ ഭാര്യയാണ്. നിങ്ങൾ ആലോചിച്ചു, കുടുംബ ബന്ധത്തിൽ പോലും സ്നേഹം അകന്നു പോകുന്നത്. ഇപ്പോഴും എനിക്കറിയാം, കണ്ണൂർ ജില്ലയിലെ 2 ജ്യേഷ്ഠാനുജന്മാരാണ്. ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും. നിങ്ങൾ ആലോചിക്കട്ടെ, ഒരു വാപ്പാന്റെ മകനാണ്, ഒരു ഉമ്മാന്റെ മകനാണ്. ഒരു ഉമ്മാന്റെയും വാപ്പാന്റെയും മക്കളാണവർ, ബദ്ധവൈരികളാണവർ. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അവർക്കിടയിൽ ശത്രുത ഉണ്ടായത്? എന്നോട് പറഞ്ഞു കച്ചവട സംബന്ധമായ ശത്രുതയാണ്. നിങ്ങൾ ചിന്തിക്കണേ, ബദ്ധവൈരികളാണവർ. ആലോചിക്കണം, ഖദറിൽ നമുക്ക് വിശ്വാസമില്ലാതെ പോകുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങൾ എന്തെല്ലാം? ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി. ശരീരങ്ങളെ മരിപ്പിച്ചു കളഞ്ഞുകൊണ്ടും കുറച്ചു കളഞ്ഞുകൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാം. അപ്പൊ തന്നെ ഒരാൾ ഇവിടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചില്ലേ, ഉസ്താദേ ആൺകുട്ടികൾ ഉണ്ടാവാൻ, പെൺകുട്ടി ഉണ്ടാവാൻ ദുആ ചെയ്യാൻ 10,000 രൂപയാണ്. അദ്ദേഹത്തിന് പെൺകുട്ടികൾ അല്ലാഹു കൊടുത്തില്ല, പരീക്ഷയാണ്. അയാളുടെ കൽബിൽ എന്ത് തോന്നുന്നു എന്ന് അല്ലാഹു ശ്രദ്ധിക്കുകയാണ്. ചില ആളുകളെ കണ്ടില്ലേ നിങ്ങൾ, മക്കളെ കൊടുക്കാതെ അല്ലാഹു പരീക്ഷിക്കുന്നത്. അല്ലാഹു അങ്ങനെ പരീക്ഷിച്ച ഒരു മഹാൻ ചരിത്രത്തിലുണ്ടല്ലോ, ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം. മക്കളെ കൊടുക്കാതെ പരീക്ഷിച്ചു. എന്നിട്ടോ പരാതിയില്ല. എന്റെ റബ്ബിന്റെ ഇഷ്ടം എന്താണോ അത് തന്നെയാണ് എന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാമുകളെ ചിന്തിക്കണം. ഹജ്ജിന്റെ സമയമാണ്, മക്കയിലേക്ക് ആളുകളെ പോകാൻ തുടങ്ങിയല്ലോ. ഈ മാസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ മക്കളെ ഇല്ലായ്മ ചെയ്തോ, അല്ലെങ്കിൽ മക്കളെ മരിപ്പിച്ചു കളഞ്ഞോ, കുടുംബത്തെ മരിപ്പിച്ചു കളഞ്ഞോ ഒക്കെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാം. ഭാര്യയാണ് ഗർഭിണിയായി 10 മാസം പൂർത്തിയായി, അങ്ങനെ പ്രസവിച്ചു. കുട്ടിക്ക് മുല കൊടുക്കുന്ന സമയമാണ്, 6 മാസമേ ആയുള്ളൂ. അപ്പോഴാ സ്വന്തം ഭാര്യ അല്ലാഹു മരിപ്പിച്ചു കളഞ്ഞത്. അല്ലാഹു ചിന്തിക്കാണ്, അങ്ങനെ മരിപ്പിച്ചു കളഞ്ഞപ്പോൾ ഇവന്റെ മനസ്സിലെ ചിന്ത എന്താ? എന്നെ അല്ല കാണുന്നില്ലേ? എന്നോട് റബ്ബ് ഇങ്ങനെ ചെയ്യാനെന്ത്? ഞാനെന്ത് തെറ്റാ ചെയ്തത്? അല്ലാഹു എന്നോട് ചെയ്തതെന്താണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ സഹോദരാ, നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്, 4 മക്കളുണ്ട്, 2 വയസ്സ് വ്യത്യാസമാണ്. ഏറ്റവും ചെറിയ മോൾക്ക് 1 വയസ്സ്, മറ്റേയാൾക്ക് 3, 5, 7, 4 വയസ്സായ മക്കളുണ്ട്. ഏറ്റവും ചെറിയ മോൾ മുല കുടിക്കുന്ന സമയമാണ്. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിലാണ്, നല്ലൊരു ജോലിയുണ്ട്, നിന്റെയും കുടുംബത്തെയും പോറ്റാൻ പോയതാണ്. നിന്റെ ഭർത്താവ് വിളിച്ചു പറഞ്ഞു, അടുത്ത 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന്. നീ നിന്റെ ഭർത്താവിനെ കാത്തിരിക്കുമ്പോഴാ വരും എന്ന് അറിയിച്ചതിന്റെ തൊട്ട് തലേ ദിവസം നിന്റെ ഭർത്താവ് മരിച്ചിട്ട് പിന്നെ ജീവനോടെയല്ല നിന്റെ ഭർത്താവ് നാട്ടിലേക്ക് വരുന്നത്. നിന്റെ ഭർത്താവിന്റെ മയ്യിത്ത. പെങ്ങളെ, നിനക്കല്ലാഹു
അല്ലാഹു തന്നെ പരീക്ഷണമാണ്. നിനക്ക് അല്ലാഹു തന്നെ പരീക്ഷണമാണ്. നിങ്ങൾ ചിന്തിക്കണം, ആരെ അല്ലാഹു പരീക്ഷിക്കുക? ആരെ അല്ലാഹു പരീക്ഷിക്കുക? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആരെയാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്? ഞാൻ ഓർക്കുകയാണ്, ഞാനിത് പറയുന്നത് വലിയൊരു ആചാര്യ, അയാൾക്ക് കുട്ടികളുണ്ടായില്ല. നിങ്ങളുടെ കർണാടകയിലല്ല, അപ്പൊ നിങ്ങൾക്ക് സമാധാനമായില്ലേ? കേരളത്തിലാണ് വലിയൊരു ആചാരം, അവർക്ക് കുട്ടികളുണ്ടായില്ല. അയാൾ പറഞ്ഞു തന്നെ അങ്ങനെ, 8 കൊല്ലം ഞാൻ ഹജ്ജിന് പോയി, ഇത് കുട്ടികളുണ്ടായില്ല. ഞാൻ ഒരു അമുസ്ലിങ്ങളുടെ ദേവാലയത്തിൽ വഴിപാട് നടത്തി, അപ്പോഴേക്ക് കുട്ടികളുണ്ടായി. 8 കൊല്ലം ഞാൻ മക്കയിൽ പോയി, എനിക്ക് മക്കളുണ്ടായില്ല. ഒരു തവണ വഴിപാട് നടത്തിയപ്പോഴാണ് എനിക്ക് മക്കളുണ്ടായത്, മോൻ ജനിച്ചത്. ഞാൻ പറയട്ടെ, 8 തവണ നിങ്ങൾ ചെയ്ത ഹജ്ജില്ലേ, ആ ഹജ്ജ് നിങ്ങൾക്ക് കുട്ടി ഉണ്ടായപ്പോഴല്ല, നിങ്ങളാ പറഞ്ഞപ്പോഴല്ല, നിങ്ങൾ മറ്റൊരു മതത്തിന്റെ ആരാധനാലയത്തിൽ പോയി വഴിപാട് നടത്തിയില്ലേ, ആ നടത്തിയ സെക്കൻഡ് മുതൽ നിങ്ങൾ ശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിട്ടുണ്ട്. അല്ലാഹു നിങ്ങൾക്കൊരു പരീക്ഷണം തന്നത്, ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചില്ല. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് മക്കൾ എങ്ങനെയായാലും കുഴപ്പമില്ല, എനിക്കൊരു കുട്ടി ഉണ്ടാവണമെന്നേ നിങ്ങൾ വിചാരിച്ചുള്ളൂ. ഇവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരീക്ഷണം അല്ലാഹു കൊടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയാൾ വരെ കുട്ടികളുണ്ടായില്ല, എന്നാ ദ്വാരക്കാതിരുന്നില്ല, നിരന്തരം ദുആ റബ്ബിനോട്. ആളുകൾ പറഞ്ഞു ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം നബിയുടെ നാട്ടുകാരൻ, ഇബ്രാഹിമേ, നീ ഞങ്ങളുടെ ദൈവത്തെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് മക്കളില്ലാത്തത്, ഞങ്ങളുടെ ദൈവത്തിന്റെ ഗുരുത്വക്കേടാണ്. നിങ്ങൾക്കറിയോ, കണ്ണൂർ ജില്ലയിൽ ഞാനൊരു സ്ഥലത്ത് പോയപ്പോ ഒരു മഹലിൽ, ആ മഹലിലെ ഒരു പറ്റം ആളുകൾ എന്നോട് പറയാണ്, അതെ ഈ ഭാഗത്ത് വലിയ അപകടം വരാൻ പോകുന്നുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. കണക്ക് വെച്ച് പറഞ്ഞു, വലിയൊരു നാശം ഈ നാട്ടിൽ വരാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന ദേവാലയത്തിലേക്ക് നിങ്ങൾ വഴിപാട് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ നാടിന് നാശം വരും. എന്നിട്ട് എന്നോട് പറയണം, ആ മഹലിന്റെ ജനറൽ സെക്രട്ടറിയാണ് 2 ചാക്കാരി അതിലേക്ക് നേർച്ച ചെയ്തത്. അയാളെ മഹലിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്ന് മാത്രമല്ല, അള്ളാന്റെ ദീനിൽ നിന്ന് പുറത്തായിരുന്നു. പുറത്താക്കിയാലും ചെയ്യലും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്താണ്. നിങ്ങൾ ആലോചിക്കണം, ആരാണ് നന്മയുടെയും തിന്മയുടെയും ഉടമസ്ഥനാരാണ്? പല പരീക്ഷണം അല്ലാഹു ജീവിതത്തിൽ തരും, പിടിച്ചു നിൽക്കണം. അവിടെ ആരെയാണ് അല്ലാഹു പരീക്ഷിക്കുക? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? എല്ലാവരെയും അല്ലാഹു പരീക്ഷിക്കും ഓരോ രീതിയിൽ. കഠിനമായ പരീക്ഷണം വരിക അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കാണ്. ഇന്ന അശദ്ദന്നാസി ബലാഅൻ അൽ-അംബിയാഉ, ഏറ്റവും കഠിനമായ പരീക്ഷണം നേരിടുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നല്ലോ ശ്രദ്ധിക്കണം എന്റെ ഉമ്മമാർ, എന്റെ ഉപ്പമാർ. ഭൂമി ലോകത്ത് തന്നെ കഠിനമായ പരീക്ഷണം നേരിട്ട ആളാരാണ്? ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ആകാശത്തിന് ചുവട്ടിൽ അല്ലാഹു പരീക്ഷിച്ച മറ്റൊരു ആളില്ല, മനുഷ്യനില്ല. കേൾക്കണമെന്റെ പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോ നിങ്ങളെ അല്ലാഹുവിനെ മറന്നു പോകല്ലേ. കേൾക്ക, നിങ്ങൾ ആരുടെ വൃത്താന്തമാണ് നമ്മൾ പറയുന്നത്? അല്ലാഹു കഠിനമായി പരീക്ഷിച്ച ഒരാളാരാ? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നബിയാണെന്നറിയുമോ? അൻതല്ലദീ ലൗലാക മാ ഖുലിഖ ഇംറുൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. അങ്ങില്ലെങ്കിൽ ലോകത്തിൽ നിന്ന് ജന്മമില്ലെന്ന് പുകഴ് കൊണ്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു കഠിനമായ പരീക്ഷണത്തിനാണ് വിധേയമാക്കിയത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബ. എന്തൊക്കെയാ പരീക്ഷണം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ. ആ ഹബീബ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ പിതാവില്ല, യതീമായിട്ട് ആ ഭൂമിയിലേക്ക് ജനിച്ചു വീണത്. ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങളെ, ഇത്ര കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആലോചിക്കണേ. പരീക്ഷണമുണ്ടോ? നിങ്ങൾ സന്തോഷിക്കണം. പരീക്ഷണങ്ങളില്ലേ, ബേജാറാവണം എന്റെ പ്രിയമുള്ള സഹോദര. സതേ 6 പെൺമക്കളാണ്. മൂത്ത മോൾക്ക് 32 വയസ്സായി. സൗന്ദര്യം കുറഞ്ഞതുകൊണ്ട് ആരും കെട്ടിക്കൊണ്ടു പോകുന്നില്ല. രണ്ടാമത്തെ മോൾക്ക് 28ആണ്. മൂന്നാമത്തെ മോൾക്ക് 25ആണ്. നാലാമത്തെ മോൾ അത്യാവശ്യം സൗന്ദര്യമുണ്ട്, 22 വയസ്സാണ്. അവളെ
കല്യാണം കഴിച്ചു തരുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരെ മൂത്ത 3 ആളുകളുണ്ടാകുമ്പോ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാൻ? സാമ്പത്തികം എന്റെ കയ്യിലില്ലതാനും ഞാൻ വല്ലാതെ വിഷമത്തില്ല. എന്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾ വിഷമിക്കേണ്ട. റബ്ബിന്റെ പരീക്ഷണമാണ്, അല്ലാഹുവിന്റെ ഖദറാണ്, അല്ലാഹുവിന്റെ ഖദറാണ്. അതിൽ സംതൃപ്തരാവണം. നോക്ക് നിങ്ങൾ, നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് തന്നെ യതീമായിട്ടാണ്. പെങ്ങളെ, നിങ്ങളുടെ ഭർത്താവ് ചെറിയ മോന് 2 വയസ്സാകുമ്പോഴല്ലേ മരിച്ചുപോയത്? ഇന്നലെ ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, ഹജ്ജ് ക്ലാസ് കഴിഞ്ഞ് പിരിയാൻ പോകുമ്പോൾ ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, എന്റെ മകനെ കാണിച്ചു തന്നിട്ട് ഈ മോന് നല്ലൊരു ഭാര്യയെ കിട്ടണം, നിങ്ങൾ ദുആ ചെയ്യണം. ഈ മോന്റെ ഉപ്പ ഇവന്റെ 2 വയസ്സാകുമ്പോ മരിച്ചുപോയതാണ്. കണ്ണിൽ വെള്ളം നിറച്ചു. പെങ്ങളെ, ചിന്തിക്കെന്റെ പെങ്ങളെ, 2 വയസ്സായ കുഞ്ഞുമോന്റെ ഉപ്പ നിങ്ങളുടെ മടിയിൽ കിടക്കുന്ന 2 വയസ്സായ പൊന്നുമോന്റെ ഉപ്പ നിങ്ങളുടെ ഭർത്താവ് മരിച്ചപ്പോ നിങ്ങൾ ചിന്തിച്ചില്ലേ, എന്റെ പൊന്നുമോനെ ആരോഗ്യയിട്ടാണ് ഉപ്പാന്ന് വിളിക്കുക? എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ഹബീബിന് തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലുമുള്ള സൗഭാഗ്യം അല്ലാഹു കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സ്വലാത്ത് ചൊല്ലു. ഉച്ചത്തിൽ അല്ലാഹു ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്റെ പ്രിയപ്പെട്ട ഉപ്പായുടെ മുഖത്തേക്ക് നോക്കാനുള്ള വിധി അല്ലാഹു കൊടുത്തില്ല. ചിന്തിക്കണം. ആ നബി ജനിക്കുന്നതും വളരുന്നതും ഉമ്മയുടെ സാന്നിധ്യത്തിലാണ്, ഉമ്മയുടെ ചാരത്താണ്. പിന്നെ ഉമ്മായുടെ തണലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഉമ്മായുടെ മടിത്തട്ടിൽ കളിച്ചു വളരുന്ന സമയത്തല്ലേ 6ാമത്തെ വയസ്സിലല്ലാഹു അബാത്ത ഉമ്മഹോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മയെ മരിപ്പിച്ചു കളയുന്നത്. 6 വയസ്സുവരെയാണ് തന്റെ ഉമ്മയുടെ കൂടെ ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു കൊടുത്തത്. ആരെയാണ് അല്ലാഹു പരീക്ഷിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിന്തിക്കൂ നിങ്ങൾ. ഇങ്ങനെ കഠിനമായൊരു പരീക്ഷണമുണ്ടായ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? പിന്നെ റസൂലുള്ളാഹിന്റെ സംരക്ഷണം ഏറ്റെടുത്തത് പിതാമഹനാണ്, അബ്ദുൽ മുത്തലിബാണ്. റസൂലുള്ളാഹിക്ക് വാപ്പയുടെയും ഉമ്മയുടെയും സ്ഥാനത്തായിരുന്നു അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണവും അല്ലാഹു ഏറെ കൊടുത്തില്ല. 8ാമത്തെ വയസ്സിലാണ് 2 കൊല്ലം കഴിയുമ്പോൾ അബ്ദുൽ മുത്തലിബും മരിച്ചു പോവുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഉമ്മയില്ല, ഉപ്പയില്ല, വലിയുപ്പയില്ല. അബ്ദുൽ മുത്തലിബ് മരിക്കാൻ മരണശൈലിയിൽ കിടക്കുമ്പോഴാണ് തന്റെ മകനായ അബൂ താലിബിനെ അടുത്തേക്ക് വിളിച്ചു. അബൂ താലിബിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കൈ അബൂ താലിബിന്റെ കയ്യിലേൽപ്പിച്ചിട്ട് പറഞ്ഞു, എന്റെ ഈ പൊന്നുമോനെ നീ സംരക്ഷിക്കണം. എന്റെ മരണശേഷം എന്റെ വാപ്പയില്ല, ഉമ്മയില്ല, നീ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് അബൂ താലിബിന്റെ കയ്യിൽ നേരിട്ട് ഏൽപ്പിക്കുകയാണ്. ചിന്തിക്കണം നിങ്ങൾ. പിന്നെ അബൂ താലിബിന്റെ സംരക്ഷണത്തിലാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ചിന്തിക്കണം, എത്ര ആളാണ് സ്വന്തം കൺമുമ്പിൽ മരിച്ചു കിടക്കുന്നത് പുണ്യനബി കാണുന്നത്. എന്റെ വാപ്പയെ കണ്ടില്ല. 6ാം വയസ്സിലാണ് മയ്യിത്തായി കിടക്കുന്ന ഉമ്മയെ കാണാൻ വിധിക്കപ്പെട്ടത്. 8ാമത്തെ വയസ്സിലാണ് മരിച്ചു കിടക്കുന്ന പിതാമഹനെ കാണാൻ വിധിക്കപ്പെട്ടത്. അവസാനിച്ചോ? ഇല്ല. പിന്നെ വിദ്രവനായിരുന്ന അബൂ താലിബിന്റെ സംരക്ഷണത്തിലാണ്. ഈ അബൂ താലിബാന്റെ സംരക്ഷണത്തിലാണ് റസൂലുള്ളാഹി വളരുന്നത്. 25ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് ഖദീജ ബീവി കടന്നു വരുന്നത്. റസൂലിനെക്കാളും 15 വയസ്സ് കൂടുതലുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കേവലം ഭാര്യയെ പോലെയല്ല റസൂലിനോട് പെരുമാറിയിരുന്നത്. ഒരു ഉമ്മായുടെ സ്നേഹവും സംരക്ഷണവും കൂടെ കൊടുത്തിരുന്ന ആളായിരുന്നു ഖദീജ ബീവി. പിന്നെ അവർ 2 പേരുടെയും തണലിലാണ് വളരുന്നത്. റസൂലുള്ളാഹിന്റെ സ്നേഹഭാജനമാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹിന്റെ പരീക്ഷണത്തിന്റെ കാഠിന്യം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഈ ഖദീജ ബീവിയല്ലേ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൺമുമ്പിൽ മരിച്ചു കിടക്കുന്നത് കാണാൻ അല്ലാഹു വിധിച്ചത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മക്ക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ടെൻഷനായിരുന്നല്ലോ ഖദീജ ബീവിയുടെ മരണം.
ഖദീജ ബീവി അല്ലാഹു തിരിച്ചു വിളിച്ചോ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയുടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണല്ലോ അത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 50ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിക്കുണ്ടായ 2 ടെൻഷൻ. അതിൽ ഒരു ടെൻഷനാണ് ഖദീജ ബീവിയുടെ മരണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ കൺമുമ്പിൽ മരിച്ചു കിടക്കുന്നത് കാണാൻ അല്ലാഹുവിന്റെ ഹബീബ് വിധിക്കപ്പെടുകയാണ്. ആ രംഗം എങ്ങനെയാണ്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കക്കാരെ തടഞ്ഞു നിർത്തിയല്ലോ. മക്കയിലുണ്ടൊരു താഴ്വര, താഴ്വരയുടെ പേര് ഷൈബ് അബീ ത്വാലിബ് എന്നാണ്. ഷൈബ് അബീ ത്വാലിബ് കൂടെ വരാറുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അവിടെ ആ സംഭവം പറഞ്ഞാൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും കണ്ണിൽ നിന്ന് പൊഴിയാതെ ഒരാളും തിരിച്ചു പോകാറില്ല. 3 കൊല്ലം ശത്രുക്കൾ തടഞ്ഞു നിർത്തി. ചിന്തിക്കണം, പുണ്യനബിക്ക് നേരെയുള്ള പരീക്ഷണം. 3 കൊല്ലമാണ് ശത്രുക്കൾ അവിടെ തടഞ്ഞു നിർത്തിയത്. വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ ആ പ്രദേശത്ത് നിന്ന് മറുഭാഗത്തേക്ക് നീങ്ങാൻ അനുവദിച്ചില്ല. വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊല്ലുകയായിരുന്നു ശത്രുക്കളുടെ ലക്ഷ്യം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഖദീജ ബീവിയുണ്ട്. ഈ ഉപരോധം 3 കൊല്ലം തുടർന്നല്ലോ. ഉപരോധം കഴിഞ്ഞവർ മക്കയിലേക്ക് കടന്നപ്പോൾ ഉപരോധം നീക്കം ചെയ്യപ്പെട്ടപ്പോഴേക്ക് ഖദീജ ബീവി രോഗിയായി കിടക്കുന്നുണ്ട്. രോഗിയായി പോയി, കാരണം പട്ടിണി കിടന്ന ഖദീജക്ക് ശീലമില്ല. രോഗിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കിടപ്പിലാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ അടുത്ത് വന്നിരുന്നു, ചാരത്ത് വന്നിരുന്നു. റസൂലുള്ളാഹി ഖദീജ ബീവി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്, ഖദീജ പ്രയാസപ്പെടണ്ട, അങ്ങ് സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിലാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്, റസൂലുള്ളാഹിയും കരയുന്നുണ്ട്. രണ്ടുപേരും കണ്ണുനീര് തുടക്കുന്നുണ്ട്. ഖദീജ ബീവി പറഞ്ഞു, നബിയേ, ഈ രോഗത്തിൽ ഞാൻ മരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഭയവുമില്ല യാ റസൂലല്ലാഹ്. ഞാൻ മരിക്കുമെന്ന കാര്യത്തിലല്ല എന്റെ ബേജാറ് നബിയേ. ഞാൻ മരിച്ചാൽ അങ്ങ് ഒറ്റപ്പെട്ടു പോകില്ലയോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബേ, ശത്രുക്കളുടെ നടുവിലല്ലേ അങ്ങ്? തക്കം കിട്ടിയാൽ അങ്ങയെ കൊല്ലാൻ കാത്തിരിക്കുന്ന ശത്രുക്കൾ, അവർക്കിടയിലല്ലേ നബി അങ്ങ് ഒറ്റപ്പെട്ടു പോകില്ലേ യാ റസൂലല്ലാഹ്? ഞാൻ മരിച്ചുപോയാൽ അങ്ങയുടെ അവസ്ഥ എന്താകുമെന്നാലോചിച്ചാണ് ഞാൻ കരയുന്നത്. ചിന്തിക്കണം, നിങ്ങൾ വല്ലാത്ത ടെൻഷനുള്ള രംഗമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിന്ന് വിട പറയുന്നത് ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൺമുമ്പിൽ ഭാര്യ മരിച്ചു കിടക്കുന്നത് കാണാൻ വിധിക്കപ്പെട്ട ആളാ. ചോദിക്കട്ടെ നിങ്ങളോട്, കേവലം ഭാര്യ മാത്രമോ? ഇല്ല. സംരക്ഷകനായിരുന്ന അബൂ ത്വാലിബും റസൂലുള്ളാഹി ജീവിച്ചിരിക്കെ മരിച്ചുപോയി. അവസാനിച്ചില്ല. ചിന്തിക്കണം നിങ്ങൾ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഇതിലടക്കം റസൂലുള്ളാഹിക്ക് 7 മക്കളുണ്ടായല്ലോ. 7 മക്കളിൽ ശ്രദ്ധിക്കണേ, 7 മക്കളിൽ ആരൊക്കെ സ്വന്തം വാപ്പയെ കണ്ടിട്ടില്ല? ഉമ്മ കൺമുമ്പിലാ മരിച്ചത്, പിതാമഹൻ കൺമുമ്പിലാ മരിച്ചത്, ഭാര്യ മരിച്ചത് കാണാൻ വിധിക്കപ്പെട്ടു, പിതൃവ്യൻ മരിച്ചത് കാണാൻ വിധിക്കപ്പെട്ടു, കഴിഞ്ഞില്ല. 7 മക്കളിൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ 7 മക്കളിൽ 6 മക്കളും മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിലാണ് മരിച്ചു പോകുന്നത്. അത്ര വലിയ പരീക്ഷണമല്ല ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നോ? 6 മക്കളും കൺമുമ്പിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മാത്രമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ജീവിച്ചിരിക്കുന്നത്. 6 മക്കളും മരിച്ചു എന്ന് മാത്രമല്ല, 6 മക്കളിൽ 5 മക്കളെയും ഖബറിലേക്ക് ഇറക്കി വെക്കാൻ വിധിക്കപ്പെട്ട പിതാവാണ് നബിയുനാ റസൂലുള്ളാഹി. 6 മക്കളെയും തന്റെ കൈ കൊണ്ടാണ് ഖബറിലേക്ക് താഴ്ത്തി വെച്ചത്. ചിന്തിക്കണം എന്റെ സഹോദരങ്ങളെ, ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? അൻതല്ലദീ ലൗലാ അൻതല്ലദീ മിൻ നൂരികൽ ബദറു ഖതസാ വശംസു മുശ്രിഖാതുൻ ബിനൂരി ബഹാകാ. ലോകത്തിന്റെ തന്നെ പ്രകാശം ലഭിച്ചത് ഏതൊരു മഹാന്റെ പ്രകാശമാണോ? ആ നബിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. 5 മക്കളെയും ഖബറിലേക്ക് താഴ്ത്തി വെച്ചത് കൈകൊണ്ടാണ്.
ആറാമത്തെ മകൾ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹാ. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് എപ്പോഴാണ്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിന് പോയപ്പോഴാണ്. ചിന്തിക്കണം എന്റെ സഹോദരങ്ങളെ, അതൊക്കെ ആലോചിച്ചാൽ അല്ലാഹു നമ്മളെ പരീക്ഷിച്ചിട്ടില്ല എന്ന് തിരിയും നമുക്ക്. റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് പുണ്യ നബി ബദർ യുദ്ധത്തിന് പോയപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉസ്മാൻ തങ്ങളെ, അങ്ങ് ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരണ്ട, റുഖയ്യ മോൾ രോഗിയാണ്, റുഖയ്യ മോൾ മോളെ ശ്രദ്ധിച്ചു നിന്നോളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ബദറിൽ പങ്കെടുത്തവരുടെ കൂലി മഹാനവറുകൾക്കും ലഭിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് മകളുടെ ചാരത്താക്കിയിട്ട് പോയതാണ്. എന്തിന് പോയതാണ്? യുദ്ധം ചെയ്യാൻ പോയതാണ്, ശത്രുക്കളോട് പോരടിക്കാൻ പോയതാണ്. തൗഹീദ് കി അമാനത് സീനോ മേ ഹമാരെ ആസാൻ നഹീ മിഠാനാ നാമോ നിശാൻ ഹമാരാ. അല്ലാഹുവിന്റെ ശത്രുക്കളോട് ദീനിനെ തകർക്കാൻ വന്നവരോട് പോരടിക്കാൻ പോയതാണ്. ബദറിന്റെ രണാങ്കണത്തിലാണ്. കുടുംബിരി കൊള്ളുന്ന യുദ്ധമാണ്. ചിന്തിക്കണം എന്റെ പ്രിയമുള്ളവരെ, ഒരു ഭാഗത്ത് ശത്രുക്കളാണ്, യുദ്ധം നടത്തുകയാണ് അല്ലാഹുവിന്റെ ഹബീബ്. യുദ്ധത്തിൽ വിജയിക്കുന്നു. ആ വിജയത്തിലെ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. മദീന മുനവ്വറയിലേക്ക് തിരിച്ചു വരുന്നു. ബദർ വിജയമായി വല്ലാത്ത സന്തോഷത്തിലാണ്. ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ കാത്തിരുന്നത് ദുഃഖവാർത്തയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് സന്തോഷത്തോടെ കയറിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, ബദറിൽ അല്ലാഹു വിജയം തന്നു. ആയിഷ, റുഖയ്യ മോളുടെ അവസ്ഥ എന്താണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, നബിയേ, റുഖയ്യ മോൾ വഫാത്തായല്ലോ നബിയേ. ചിന്തിക്കെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയി തിരിച്ചു വരുന്ന പുണ്യനബിക്ക് അല്ലാഹു നൽകുന്നൊരു സന്തോഷ വാർത്തയുള്ള വീട്ടിൽ, നബിയേ, റുഖയ്യ മോൾ വഫാത്തായി യാ റസൂലല്ലാഹ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടപ്പോൾ ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, റുഖയ്യ മോൾ വഫാത്തായോ? അതെ. ഇന്ന് ആയിഷ പറഞ്ഞു, നബിയേ, റുഖയ്യ മോളുടെ മയ്യിത്ത് ഖബറടക്കം ചെയ്യാനായി ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. സ്വഹാബികൾ ഇപ്പോഴാണ് മയ്യിത്തുമായി പോയത്. അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധം കഴിഞ്ഞു വന്ന ക്ഷീണം മാറിയിട്ടില്ല, അപ്രയാസം നീങ്ങിയിട്ടില്ല. വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിച്ചെന്നു ജന്നത്തുൽ ബഖീയിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് എന്താ സഹോദരങ്ങളെ? ചിന്തിക്കണം. ആരാണെന്ന് നമ്മൾ ആലോചിക്കണം. സലാമുസ് പർ ജിസ്കേ ദം സേ ദുനിയാ മേ ബഹാറായി, സലാമുസ് പർ മുഅത്തർ കർ റഹീ ഹേ ജിസ്കി ജാനായി. ചിന്തിക്കണം, ചെറിയൊരു പരീക്ഷണം വരുമ്പോഴേക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഇത് എന്ന് മറന്നു പോകുന്ന നമുക്ക് എന്ത് ഈമാൻ? പടച്ചോനെ, രൂഢമൂലമാക്കി തരണേ അല്ലാഹുവിന്റെ ഹബീബാണ്. ചിന്തിക്കണേ നിങ്ങൾ, ലോകം ഇന്ന് കാണുന്ന എല്ലാ പുരോഗതിയുടെയും അടിത്തറ ഹബീബാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് 12 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇന്നിവിടെ അഡ്മിറ്റ് ചെയ്ത മക്കളുണ്ടല്ലോ, ഈ സ്ഥാപനത്തിൽ അഡ്മിറ്റ് ചെയ്ത മക്കൾ 12 കൊല്ലം കഴിയുമ്പോൾ ആ പുണ്യനബിയുടെ അധ്യാപനങ്ങളുമായി ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് കയറി ചെല്ലും. ഈ നാട് വിശുദ്ധമായ ദീനിന്റെ വിദ്യ കൊണ്ട് പ്രഭാപൂരിതമാകും. അല്ലാഹുവേ, അങ്ങനെ ആക്കിത്തരണേ അല്ലാഹ്. ഉറക്കെ പറയൂ, റബ്ബേ, അങ്ങനെ ആക്കിത്തരണേ അല്ലാഹ്. 1 ലക്ഷമായി 2 ലക്ഷമായി ഗൾഫിൽ എന്ന് വിളിച്ചു പറഞ്ഞതടക്കം ഈ സദസ്സിൽ നിന്നുണ്ടായ ഏറ്റവും ചെറിയ സദഖ വരെ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് ജന്നത്തുൽ ബഖീയിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നതെന്താ? റുഖയ്യ മോളെ ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സൈഡ് ഭാഗത്ത് കല്ലെടുത്തു വെച്ച് ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആളുകൾ മിൻഹാ ഖലഖനാകും ഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ
നിൽക്കുന്ന ആളുകൾ മണ്ണ് വാരിയിടുമ്പോഴാണ് പുണ്യനബി അങ്ങോട്ട് ചെല്ലുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്റെ പ്രിയപ്പെട്ട റുഖയ്യ മോളുടെ മുഖം, മരിച്ചു കിടക്കുന്ന റുഖയ്യ മോളുടെ മുഖം, റുഖയ്യ മോളുടെ മയ്യിത്ത്, ആ മുഖമൊന്ന് കാണാൻ പോലുമുള്ള അവസരം അല്ലാഹു കൊടുത്തില്ല. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും അല്ലാഹുവിന്റെ ഹബീബ് എനിക്കെതിരെ ആരോ കൂടോത്തരം ചെയ്തതാണെന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ. അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയുമായ ഏതു കാര്യമുണ്ടായോ എന്റെ റബ്ബിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുക, എന്നിട്ട് തൃപ്തനാവുക. അർറിളാ ബിൽ ഖലാഇ, ശ്രദ്ധിക്കണേ, അർറിളാ ബിൽ ഖലാഇ ഒരു വലിയ വിഷയമാണ് നമ്മൾ പറയുന്നത്. ഒരു മൂലക്ക് പോലും പറഞ്ഞെത്തിക്കാൻ കഴിയില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ വേഗം അവസാനിപ്പിക്കും. ഒറ്റ കാര്യം എന്നോട് പറയേണ്ട സഹോദരങ്ങൾ, ഏത് പരീക്ഷണം വന്നാലും അതെന്റെ അള്ളാന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ ഖദാണ്, റബ്ബിന്റെ ഇഷ്ടമെന്റെ ഇഷ്ടമാകണം. എന്തിനാ മക്കത്തേക്ക് ഹജ്ജിന് പോണെന്ന് പറഞ്ഞേ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈമാൻ എന്താന്ന് പഠിക്കാനാ അതിനാ മക്കത്ത് കൊണ്ടുപോകുന്നത്. ചില ആളുകൾ മനസ്സിലാക്കി കേവലം തവാഫ് മാത്രമല്ല, കാബ ഉണ്ടാക്കിയതും കല്ലുകൊണ്ടാ അല്ലേ? കാബ കണ്ട ആളുകളുടെ കൂട്ടത്തില് ഹജ്ജിന് പോലെ കഴിഞ്ഞു നോക്കി. അള്ളാഹു എല്ലാവർക്കും പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. പോകാൻ ആഗ്രഹമുള്ളവരെ നോക്കിയാണ് ഹജ്ജിന് പോകാൻ താല്പര്യമുള്ളവർ ഉറങ്ങണത് ആരാ നോക്കാനാ? ആരും ഉണ്ടാവില്ല ഉറപ്പാണ്. ആരെങ്കിലും ഉറങ്ങുണ്ടോ നോക്കാൻ. പണ്ടെന്നോട് ഒരാൾ പറഞ്ഞു, സാറേ നിങ്ങൾ പറയണതൊക്കെ മനസ്സിലാവുണ്ടോ എന്ന് നോക്കാൻ ഇടയ്ക്കൊരു ചെറിയ വിറ്റൊക്കെ പറഞ്ഞാൽ മതി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനൊക്കെ ദ്വാരക്കാം, പഠിച്ചോനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും നീ കൊടുക്കണേ. ആരും ആമീൻ പറഞ്ഞോ? ആമീൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് ഉറങ്ങണം. എന്നോട് അയാൾ പറഞ്ഞു, അങ്ങനൊക്കെ ദ്വാരുന്നാ മതി, എന്നാ തീരും ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നില്ലേ? അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് കൊണ്ടുകൊണ്ട് കേവലം കാബ തവാഫ് ചെയ്യാൻ മാത്രമല്ല, ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം, ഫീഹി ആയാതുൻ ബയ്യിനാതുൻ, ഒരുപാട് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇവിടുന്ന് പഠിക്കാറുണ്ട് ഹാജി. അതിനാണ് ഹാജിയെ മക്കയിലേക്ക് വിളിച്ചത്. എന്താ പ്രധാനം പഠിക്കാനുള്ള? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ പഠിക്കാനുള്ളത്? ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്താ? ഈമാനിനെ, ഈമാൻ എന്തൊരു ശക്തമായ ഈമാൻ. കഠിനമായ പരീക്ഷണങ്ങൾ അല്ലാഹു കൊടുത്തു. ആദ്യം കൊടുത്ത പരീക്ഷണം എന്താ? കുട്ടികളെ കൊടുത്തില്ല, മക്കളെ കൊടുത്തതേ ഇല്ല. അല്ലേ? നമ്മളൊക്കെ പറയാം, ഞാൻ ആ വയതിൽ പോയിട്ട് വെറുതെ 1 ലക്ഷം കൊടുത്തു, എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. മൗലിയാര് പറ്റിച്ചതാണ്, മൗലിയാര് പറ്റിച്ചതാണ്. ആ സ്വലാത്ത് പോയ കുട്ടികളുണ്ടാവും. ഓൻ എത്ര 3 സ്വലാത്തിലേ പോയിട്ടുള്ളൂ, ഓൻ 1 തന്നെ പോയാൽ കിട്ടണമെന്നാണ് ഓന്റെ വിചാരം. എന്താ? ഒരു വട്ടം ഞാൻ ചോദിച്ചാൽ തന്നെ കിട്ടണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്ത് ദുആ ചെയ്ത് ദുആ ചെയ്ത് ജീവിതത്തിന്റെ അവസാനം വരെ ദുആ. അല്ലാഹു മക്കളെ കൊടുത്തില്ല, പരീക്ഷണം. പക്ഷെ നിരാശനായില്ല. എന്തൊരു ഈമാനാ! നിരാശനല്ലേ? അല്ലേ? എന്നോട് 3 കൊല്ലം ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പോലെ സാറേ എനിക്ക് ഈമാൻ സലാമത്തായി മരിക്കാൻ ദ്വാരക്കണം. ഞാൻ മക്കളെ കിട്ടണമെന്ന് കുറെ ദ്വാരുന്നു, 65 വയസ്സായി കുട്ടികളെ കിട്ടിയിട്ടില്ല, ഈമാൻ കിട്ടി മരിച്ചാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ അപ്പൊ മക്കളെ വേണ്ടെന്ന് വെച്ചു. മക്കളെ ഇനി എനിക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പാവും, നിങ്ങൾ അതിന് ദ്വാരക്കണ്ട. അതന്നല്ലേ അല്ലാഹു പഠിപ്പിക്കണത്. ജീവിതത്തിന്റെ സായസന്ധിയിൽ മലക്കുകൾ വന്നു കുട്ടികളുണ്ടാകുന്നുള്ള വിവരം അറിയിക്കാൻ, മക്കളുണ്ടാകാൻ പോകുന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് മലക്കുകൾ വന്നു. ഈ മലക്കുകൾ അവിടെ വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. അപ്പൊ ഈ മലക്കുകൾ വന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി എന്ത് ചെയ്തു എന്നറിയോ? മൃഗത്തെക്കാലത്ത് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, നല്ല ഭക്ഷണം. മലക്കാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആദ്യം മനസ്സിലായില്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ വെച്ചു കൊടുത്തു. ഓരോട് പറഞ്ഞു, കുലു, തിന്നോളി, കഴിച്ചോളി. അപ്പോൾ 2 അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങളെന്താ ചിരിക്കണം? അപ്പൊ പറഞ്ഞു, ഇന്നാലാനക്കുലു, നമ്മൾ തിന്നാറില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മനസ്സിലായത് മലക്കളാണ്. ഇബ്രാഹിം നബി ഭയങ്കര അതിഥി സൽക്കാരപ്രിയനായി. ഈ മലക്കുകൾ പറഞ്ഞു, ഇന്നാ നുബശ്ശിറുക ബിഗുലാം, നമ്മൾ നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു എന്ന് പറയാൻ വന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞപ്പോ കുട്ടികളുണ്ടാകാൻ പോകുന്നത് പറയാൻ വന്നതാണ്. അപ്പൊ ചോദിച്ചു, സാറാബി ഉണ്ടായിരുന്നു എന്റെ അടുത്ത്, വാതിലിനടുത്തായി സാറാബി ഉണ്ട്. സാറാബി ചോദിച്ചു, നീ അങ്ങ് കേട്ട് കുട്ടികളുണ്ടാവാനാ? മുടിയൊക്കെ നരച്ചില്ലേ?
ക്ഷീണിച്ചു പോയില്ലേ? മലക്കുകൾ പറഞ്ഞു, ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ള ആളാ. 45 വയസ്സായ എന്റെ പ്രിയപ്പെട്ട സഹോദര, 50 വയസ്സായ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നീ നിരാശനാകരുത് എന്ന് പഠിപ്പിക്കാൻ. അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹി തആല. നന്മയായാലും തിന്മയായാലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് വിശ്വസിക്കുക. ഈടെ ഒരു പെണ്ണുങ്ങളെന്നോട് പറഞ്ഞു, ദ്വാഴൊന്നും കാര്യമില്ല ഉസ്താദേ, ഞാൻ കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയാണ് ചികിത്സിക്കാൻ. കൊടുങ്ങല്ലൂരിന്റെ ചികിത്സിക്കാൻ കുട്ടികളുണ്ടാവുന്ന ഒരു സ്ഥലം. അപ്പോ അള്ളാഹുവിന് വിശ്വാസമൊന്നുമില്ലേ? കൊടുങ്ങല്ലൂരിലല്ല, അതിന്റെ അപ്പുറത്ത് അങ്ങല്ലൂരിൽ പോയാലും അള്ളാഹുവിന്റെ ഖദാഇല്ലേ നിനക്ക് മക്കളുണ്ടാവൂല. പടച്ചറപ്പിന്റെ പിന്നെ അന്യന്റെ ബീജം നിന്റെ ഗർഭപാത്രത്തിലേക്ക് കുത്തിവെച്ചിട്ട് മക്കളുണ്ടാവുക. നീ ഹറാമായ ബീജമാണ് നിന്റെ ഗർഭപാത്രത്തിൽ ചുമന്നിരിക്കുന്നത്. അനർത്ഥം ചെയ്തു പോകല്ലേ. അള്ളാഹുവിന്റെ ഖദാ എന്താണോ അതിൽ തൃപ്തനാവുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിച്ചല്ലോ നമ്രൂദ്. ഉടനെ വന്നല്ലോ മഹാനായ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിയാൻ പോവാൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ചോദിച്ചു, ഇബ്രാഹിം നബിയെ, അങ്ങയോട് അങ്ങയുടെ ജനത കാണിച്ചത് അല്ലാഹു കണ്ടിട്ടുണ്ട്. അങ്ങേക്ക് എന്ത് സഹായമാണ് ഇപ്പോൾ വേണ്ടതെന്ന് റബ്ബ് ചോദിക്കുന്നുണ്ട്. എന്ത് സഹായം വേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി തിരിച്ചു പറഞ്ഞതാ, നമ്മളൊക്കെയാണ് എന്താ പറയാ, ഓരെ മുഴുവൻ കൊല്ലണം, ഞാൻ രക്ഷപ്പെടുത്തണമെന്നല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. ജിബ്രീൽ അലൈഹിസ്സലാമെ, ഞാൻ ഈ തീകുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടണം എന്ന തീരുമാനം എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. നമ്രൂദിന്റെ തീരുമാനമല്ല പറഞ്ഞേ. ഞാൻ ഈ തീകുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടണം എന്ന തീരുമാനം എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. നിങ്ങൾ ആലോചിക്കണം, 35-40 ലക്ഷം ഹാജിമാർ ഓരോ കൊല്ലവും മിനയിൽ ഒരുമിച്ച് കൂടണം. എവിടെ? ഹജ്ജിന് പോയാൽ ഹജ്ജ് 6 ദിവസം. 6 ദിവസത്തിൽ 5 ദിവസം എവിടെ നിൽക്കണേ? മിനയിലാണ്. ഞാൻ ചോദിക്കട്ടെ, കഅബയുടെ മുറ്റത്തിരിക്കണം ആയിരുന്നില്ലേ ശരിക്കും റബ്ബ് പറയേണ്ടത്? മിനയിലിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഏറ്റവും ത്യാഗപൂർണമായ പരീക്ഷണങ്ങളുടെ രൂക്ഷമായ ആ ഘട്ടത്തിൽ നിന്ന് മുമ്പിൻ പാഠം ഉൾക്കൊണ്ട് തിരിച്ചു വരണം. ലോകം മുഴുവൻ കുലുങ്ങി മറിഞ്ഞാലും മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിലെ ഈമാൻ പതറരുത്. അതിനാ ഹജ്ജിനെ വിളിച്ചത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബി, അല്ലാഹു നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് എന്ത് സഹായമാണ് വേണ്ടതെന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ജിബ്രീലേ, നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് ഞാൻ എടുത്തെറിയപ്പെടണമെന്നത് എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഞാൻ ആ തീകുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടാൽ അവിടെ ഇബ്രാഹിമിന് എന്ത് സംഭവിക്കണമെന്നും എന്റെ റബ്ബിനൊരു തീരുമാനം ഉണ്ടാവും. ആ തീകുണ്ടാരത്തിൽ കിടന്ന് ഇബ്രാഹിം വെന്തുരുകി മരിക്കലാണ് എന്റെ റബ്ബിന്റെ ഇട്ടമെങ്കിൽ ജിബ്രീൽ എന്റെ റബ്ബിന്റെ ഇട്ടത്തിനപ്പുറത്തേക്ക് ഇബ്രാഹിമിനൊരു ഇഷ്ടമില്ലെന്ന് പറയണം എന്റെ റബ്ബിനോട്. ജിബ്രീലേ, ആ തീകുണ്ടാരത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് തിരിച്ചു വരലാണ് എന്റെ റബ്ബിന്റെ ഇട്ടമെങ്കിൽ ജിബ്രീൽ അതാണ് ഇബ്രാഹിമിന്റെ ഇട്ടമെന്ന് പറയണം. എന്റെ അല്ലാഹുവിന്റെ ഇട്ടമല്ലാതെ ഇബ്രാഹിമിന് മറ്റൊരു ഇട്ടമില്ലെന്ന് പറയണേ എന്ന് ജിബ്രീൽ ഇസ്ലാമിനോട് ചിന്തിക്കണം. നിങ്ങൾ ഹജ്ജിന്റെ മാസമാണ് ശവ്വാൽ മുതൽ ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഹജ്ജിനൊക്കെ പോയി വരാറുണ്ട്. ഹജ്ജിനൊക്കെ പോയി വന്നിട്ട് പിന്നെ യോനി ജാതിയ പണിയെടുക്കുക. മറ്റോന് പോരാ, ആദ്യം പൊരുത്ത പിടിപ്പിച്ചാ പോയത്, പിന്നെ മറ്റോന് പോരാ. ആകാശത്തിന് ചുവട്ടിൽ അല്ലാഹുവിന്റെ ഇറാദത്ത്, റബ്ബിന്റെ ഖദറിനോട്, ഖദറിൽ വിശ്വസിക്കുക മാത്രമല്ല, ആ ഖദർ അർറിലാബിൽ ഖദർ, ആ ഖദർ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക. അല്ലെങ്കിൽ ടെൻഷനാവും. എന്താ ഓന് ഞാൻ SLC ഒപ്പം പഠിച്ചാ അന്ന് എനിക്കായിരുന്നു കണക്കിൽ മാത്സിൽ 49 കിട്ടല്ലോ. ഓനൊന്ന് പഠിക്കലൊന്നുമില്ലല്ലോ, ഓനെന്താ പത്ര ഉഷാറാവാ? ടെൻഷനല്ലേ? നാളെ അല്ലാഹു ഖദറിൽ വിശ്വസിച്ചാലോ, എന്റെ റബ്ബ് ഇന്നെ എങ്ങനെയാണ് ആക്കിയത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഓരോ കാര്യത്തിനും അല്ലാഹു ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ ഇന്റർവ്യൂക്ക് വന്നിട്ട് കിട്ടാത്ത ചിലപ്പോൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. ഓർക്ക് ഇങ്ങനെ ടെൻഷനുണ്ടോ അത് കാണുമ്പോ, അല്ലേ?
എന്തേ? എന്റെ കുട്ടിക്ക് ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ യോഗ്യതയില്ല, അതിനുള്ള അവസരമില്ല. അതെന്റെ റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണ്. അതെന്റെ തീരുമാനം അങ്ങനെ. ഈമാനു ബിൽ ഖദർ പോരാ, അർറിദാ ബിൽ ഖദാഇ വൽ ഖദർ. അല്ലാഹ് ഇഷ്ടപ്പെട്ടവരെ മുഴുവൻ അല്ലാഹു കഠിനമായി പരീക്ഷിക്കും. നമ്മൾ പറയില്ലേ അങ്ങനെ, നമ്മൾ നേരെ ഓപ്പോസിറ്റാ പറയാം. അയാളെ ഭാര്യക്ക് ക്യാൻസറാണ്, അയാൾക്ക് കിഡ്നിക്ക് തകരാറാ, അയാളെ വാപ്പക്ക് ട്യൂമറാണ്. എന്താ കുടുംബത്തിന് അങ്ങനെ വരാൻ? ഓലെന്തോ ചെയ്തിട്ടുണ്ട്, ഇത്ര വലിയ നാശോല് ചെയ്തിട്ടുണ്ടാവും, അതന്നെയാണ് എന്നാ നമ്മൾ പറയല്ല. കഠിനമായ പരീക്ഷണമുണ്ടോ? അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ ക്ഷമിച്ചാൽ മതി. നിങ്ങൾ ചിന്തിക്കാരെ? ഞാൻ പറഞ്ഞില്ലേ 2-3 ഉദാഹരണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പെങ്ങന്മാർ ചിന്തിക്കണം, നിങ്ങളുടെ നേതാവാണ്. ഖദീജ ബീവിക്ക് അല്ലാഹു കൊടുത്ത പരീക്ഷണം എന്താ? ഖദീജ ബീവി മരിക്കാൻ കിടക്കുന്ന രംഗം ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട്. എന്താണ് രംഗം? പുണ്യനബിയും ഖദീജ ബീവി രണ്ടുപേരും കരയുണ്ട്, കണ്ണുനീർ തുടക്കുന്നുണ്ട്, റസൂലുള്ള സമാധാനിപ്പിക്കുന്നുണ്ട്. പെങ്ങളെ ചിന്തിക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ സ്വത്ത് മുഴുവൻ ഇസ്ലാമിന് ദാനം ചെയ്ത് ഫഖീറത്തായി മരിച്ചുപോയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മരിക്കാൻ കിടക്കുന്നത് ഏത് പരീക്ഷണത്തിലാ? അതിതീക്ഷ്ണമായ പരീക്ഷണം. ഇതായിരുന്നു പരീക്ഷണം. ആ അവസരത്തിലുള്ള സ്ഥിതി എന്താ അറിയോ? ഖദീജ ബീവിയുടെ മൂത്ത മോള സൈനബ റളിയല്ലാഹു അൻഹാ, സൈനബ ബീവി ഒന്ന് കണ്ടു മരിക്കാൻ ഖദീജ ബീവിക്ക് കഴിഞ്ഞിട്ടില്ല. എന്താ കാരണം? നിങ്ങൾ ആലോചിക്കണം. മൂത്ത മോൾ സൈനബയെ കണ്ടു മരിക്കാൻ കഴിഞ്ഞില്ല. കാരണം സൈനബ റളിയല്ലാഹു അൻഹാ അബുല്ലാസാണ് സൈനബയുടെ ഭർത്താവ്. അബുല്ലാസ് റസൂലുള്ളാഹിന്റെ കൊടിയ ശത്രുവാ. ബദറിന്റെ രണാങ്കണത്തിൽ പോലും അബുല്ലാസ് വന്നതെന്തിനാ? മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാനല്ല, അമ്മോക്ഷന്റെ തലയർക്കാൻ, അമ്മോക്ഷന്റെ തല കൊയ്യാനാണ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് വന്നത്. ആ അബുല്ലാസിന്റെ കയ്യിലായിരുന്നു സൈനബ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് തന്നെ അബുല്ലാസിനായിരുന്നു റസൂലുള്ളാഹി കല്യാണം ചെയ്തത്. ഇസ്ലാമിന് മുമ്പേ കഴിഞ്ഞ കല്യാണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് സൈനബിനെ പറഞ്ഞേക്കാറില്ല. ആര്? അബുല്ലാസ് പറഞ്ഞേക്കാറില്ല. ചില പുതിയാപ്പിള അറിയില്ല, ഇവിടെ പുതിയാപ്പിള സിസ്റ്റല്ലേ ആണോ? അല്ല, ചില ആളുകൾ ഉണ്ടാവും, ഒരു മഹാമോശക്കാരാ, വാപ്പാന്റെ അടുത്തേക്ക് പറഞ്ഞേക്കൂല. നീ ഉമ്മയുടെ അടുത്തേക്ക് പോണ്ട, നിന്റെ ഉമ്മ എന്നെ എങ്ങനെ ആക്കിയത്? 18 കൊല്ലം വരെ ഉമ്മ വളർത്തിയിട്ട് പിന്നെ ഉമ്മാന്റെ അടുത്ത് ഒരു ദിവസം നിൽക്കാൻ പോയാ പിന്നെ എന്റെ ഉമ്മ എങ്ങനെ ആക്കിയിരുന്നു? മോശമാണ് സ്വഭാവം. അബുല്ലാസ് പറഞ്ഞേക്കാറില്ല. അതുകൊണ്ട് ഖദീജ ബീവിക്ക് സൈനബ മോളെ കാണാൻ കഴിയാറില്ല. നിങ്ങൾ ആലോചിക്കണം, ഖദീജ ബീവി വഫാത്താവാൻ കിടക്കുന്ന സമയത്തുള്ള അവസ്ഥയാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, ഉമ്മു കുൽഥൂമും റുഖയ്യ ബീവിയും ഉമ്മു കുൽഥൂമും ഖദീജ ബീവിയുടെ 2 മക്കളാണ്. ആ 2 മക്കളുടെ സ്ഥിതി എന്താ? അബൂ ത്വാലിബിന്റെ 2 മക്കൾ, ഈ 2 കുഞ്ഞുമക്കളെ, ഈ 2 മക്കളെയും നിക്കാഹ് ചെയ്തു. വീട്ടിൽ കൂടുന്നതിന് മുമ്പ് ത്വലാഖ് ചൊല്ലി. ഒരു പെണ്ണിന് സഹിക്കാവതാണോ? 2 മക്കളെയും നിക്കാഹ് ചെയ്തിട്ട് വീട്ടിൽ കൂടുന്നതിന് മുമ്പ് ത്വലാഖ് ചൊല്ലി. റുഖയ്യ ബീവി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം ചെയ്തു. പക്ഷെ മക്കത്ത് നിൽക്കാൻ ശത്രുക്കൾ അനുവദിക്കാത്തതുകൊണ്ട് അബ്ശായിലേക്ക് പലായനം ചെയ്തു. ഉമ്മു കുൽഥുമാണെങ്കിലോ പിന്നെ കല്യാണമൊന്നും ശരിയായിട്ടില്ല. ഖദീജ ബീവി മരിക്കാൻ കിടക്കുമ്പോ നിങ്ങൾ ചിന്തിക്കണം, ഉമ്മു കുൽഥൂം നിക്കാഹ് ചെയ്തു, വീട്ടിൽ കൂടുന്നതിന് മുമ്പ് ത്വലാഖ് ചൊല്ലപ്പെട്ടു. ത്വലാഖ് ചൊല്ലപ്പെട്ട ഉമ്മു കുൽഥുമാണ് പൊന്നു ഉമ്മയെ, ഖദീജ ബീവിയെ സംരക്ഷിക്കുന്നത്. ആ മോളുടെ വിവാഹം മരിക്കുന്നവരെ ശരിയായില്ല. പിന്നെ ഏറ്റവും ചെറിയ മോൾ ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടുമില്ല, ചെറിയ മോളാണ്. നിങ്ങൾ ചിന്തിക്കണം, ഈ ഒരു പ്രതിസന്ധിയിലാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. ഒരു പെണ്ണിനെ താങ്ങാനും കഴിയുന്നതിലും അപ്പുറമുള്ള വേദന. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരയുന്നു, ഖദീജ ബീവി കരയുന്നു. പുണ്യനബി സമാധാനിപ്പിക്കുന്നുണ്ട്, കണ്ണുനീർ തുടക്കുന്നു റസൂലുള്ളാഹി. ഭയപ്പെടേണ്ട ഖദീജ, അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ്. അപ്പോഴാ പറഞ്ഞത്, നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ഈ പൊന്നുമക്കളുടെ വിഷമം അങ്ങയുടെ കൂടെ താങ്ങാൻ ഞാൻ
ഇരുന്നല്ല നബിയേ, ഞാനങ്ങ് മരിച്ചാൽ ഈ പ്രയാസങ്ങൾ അങ്ങയുടെ കൂടെ സഹിക്കാൻ ആരുണ്ടാകും യാ റസൂലല്ലാഹ്? ഇത് പറഞ്ഞാണ് ഖദീജ ബീവി കരയുന്നത്. ഉടനെ റസൂലുള്ളയും കരയുന്നുണ്ട്. പക്ഷെ റസൂലുള്ള സമാധാനിപ്പിക്കുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നേരെ വീടിന്റെ മേൽക്കൂരയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഉടനെ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ രോഗത്തിൽ ഞാൻ മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നബിയേ. ഞാൻ മരിച്ചാൽ യാ റസൂലല്ലാഹ്, അങ്ങയുടെ വീട്ടിലേക്ക് അങ്ങയുടെ ഭാര്യയായി ഞാൻ വരുന്ന ദിവസം ഞാൻ സ്വയമാണ് നബിയെ കുളിച്ചത്. അങ്ങയുടെ അറയിലേക്ക് വരുന്ന ദിവസം ഞാൻ സ്വയം കുളിച്ചതാണെന്നാൽ ഖബറാകുന്ന മണിയറയിലേക്ക് പോകുമ്പോൾ അങ്ങനെ കുളിപ്പിച്ചു തരണം നബിയേ. ഞാൻ മരിച്ചാൽ അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കണം. ചിന്തിക്കണം നിങ്ങൾ. ഒരു ഭർത്താവിന് കേട്ടു നിൽക്കാൻ കഴിയോ? എന്തൊരു ശക്തമായ പരീക്ഷണമാണ്. മാത്രമല്ല യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഭാര്യയായി ഞാൻ അങ്ങയുടെ വീട്ടിലേക്ക് കയറി വരുന്ന ദിവസം എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു തന്നത് അങ്ങയുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളാണ്. എന്നാൽ ഹബീബായി നബിയേ, ഖബറാകുന്ന മടിയറയിലേക്ക് ഞാൻ മരിച്ചാൽ പോകുമല്ലോ. ആ സമയത്ത് നബിയേ, എന്നെ കുളിപ്പിച്ച് എനിക്ക് ഖബറിലേക്ക് പോകാനുള്ള വസ്ത്രമാകുന്ന കഫം കൂടെ ധരിപ്പിച്ചു തരേണ്ടത് അങ്ങാണ് യാ റസൂലല്ലാഹ്. ഖദീജ ബീവി കരയുന്നുണ്ട്, റസൂലുള്ളയും കരയുന്നുണ്ട്. രണ്ടുപേരും കണ്ണുനീർ തുടക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ വീട്ടിലേക്ക് ഞാൻ അങ്ങയുടെ ഭാര്യയായി കടന്നു വരുന്ന ദിവസം അങ്ങ് കൊടുത്തയച്ച ഒറ്റക്കട്ടിലില്ല ഞാൻ കയറി വന്നത്. എന്നാൽ ഖബറാകുന്ന മണിയറയിലേക്ക് പോകുമ്പോൾ പുണ്യനബിയേ, അവിടേക്ക് കൊണ്ടുപോകാനുള്ള വാഹനമാകുന്ന മയ്യിത്ത് കെട്ടിൽ വന്നാൽ ആ മയ്യിത്ത് കെട്ടിലാകുന്ന വാഹനത്തിൽ യാ റസൂലല്ലാഹ്, അങ്ങനെ കയറ്റി വെച്ചു തരണം നബിയേ. ഖദീജ ബീവി അവസാനിച്ചില്ല. പുണ്യനബിയുടെ കവളത്തുകൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുന്നുണ്ട്. യാ റസൂലല്ലാഹ്, എന്റെ മയ്യിത്തുമായ ആളുകൾ നടന്നു പോകുമ്പോൾ അങ്ങനെ മയ്യിത്ത് കെട്ടിലിന്റെ ചാരത്തായി അങ്ങ് ഉണ്ടാകണം നബിയേ. എന്റെ മയ്യിത്തുമായ ആളുകൾ എന്റെ ഖബറിന്റെ അടുത്തെത്തിയാൽ എന്റെ മയ്യിത്ത് കെട്ടിൽ ഖബറിന്റെ അടുത്ത് വെച്ച് എന്നെ ആ മയ്യിത്ത് കെട്ടിൽ നിന്നെടുത്ത് ഖബറിലേക്ക് താഴ്ത്തുന്നതിന് മുമ്പായി യാ റസൂലല്ലാഹ്, ഞാൻ ഖിയാമത്ത് നാളിന്റെ രണ്ടാമത്തെ ഊത്തുവരെ കിടക്കേണ്ട തലമാടല്ലേ എന്റെ ഖബർ. ഖിയാമത്ത് നാളിന്റെ രണ്ടാമത്തെ ഊത്തുവരെ ഞാൻ കിടക്കേണ്ട, ആയിരക്കണക്കായ കൊല്ലം ഞാൻ കിടക്കേണ്ട എന്റെ ഖബറാകുന്ന മണിയറയുണ്ടല്ലോ ഹബീബായ നബിയേ. ആ ഖബറിലേക്ക് എന്റെ ശരീരം വെക്കുന്നതിന് മുമ്പ് ഇറങ്ങണം നബിയേ. അങ്ങയുടെ കാലിന്റെ സ്പർശനമുണ്ടായ, അങ്ങയുടെ പാദസ്പർശനമുണ്ടായ മണ്ണിലാണ് ഖിയാമത്ത് നാളിന്റെ രണ്ടാമത്തെ ഊത്തുവരെ ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നത് യാ റസൂലല്ലാഹ്. ഇത് പറഞ്ഞാണ് ഖദീജ ബീവി കരയുന്നത്. പുണ്യനബിയും കരയുന്നുണ്ട്. പൊന്നുഭാര്യ കൺമുമ്പിൽ മരിച്ചു കിടക്കാൻ വിധിക്കപ്പെട്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഒരു പരാതിയും ഉണ്ടായില്ല? ഒരു പരാതിയും ആ ഹബീബിന് ഉണ്ടായില്ലല്ലോ. ഒക്കെ എന്റെ റബ്ബിന്റെ ഇഷ്ടം എന്താണോ അതെന്റെ ഇഷ്ടം. കയ്യൊന്ന് പൊക്കിപ്പിടിച്ചിട്ട് റബ്ബേ, ഇനി ആരാളെയും എന്റെ ജീവിതത്തിൽ നീ മരിപ്പിച്ചു കളയില്ല അല്ലാഹ് എന്നാ ഹബീബ് ദുആ ചെയ്തെങ്കിൽ അല്ലാഹു ദുആക്ക് ഉത്തരം കൊടുക്കൂലേ? അല്ലാഹുവിന്റെ ഇഷ്ടം എന്താണോ? അർറിദാ ബിൽ ഖലാഇ വൽ ഖദർ. അല്ലാഹുവിന്റെ ഖലാഇ ഖദറിൽ സംതൃപ്തനാവുക. ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പൊ നമ്മളെന്ത് വിചാരിച്ചിട്ടെന്താ, അള്ള വിചാരിച്ചല്ലേ നടക്കുള്ളൂ. തിരിഞ്ഞില്ല അങ്ങനെ പറയില്ല. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ എന്ത് വിചാരിച്ചിട്ടെന്താ, അത് അള്ളാന്റെ തീരുമാനപ്രകാരമല്ലേ നടക്കുള്ളൂ. അത് തൃപ്തിയായിട്ട് പറഞ്ഞ വർത്താനല്ല. ഞാൻ അവസാനിപ്പിച്ചോട്ടെ, എന്റെ വിഷയം തീരുമാനം. ഇത് ഒരുപാട് പറയാനുണ്ട്. അടുത്ത വരവ് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഇന്നതായിരുന്നു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബാക്കി നമ്മൾ അന്ന് പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഇവിടെ കൂടുതൽ നിന്നാ ബുദ്ധിമുട്ടാവും. സാധാരണ യാത്ര ഞാൻ വരാതിരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. നല്ലത് പറയാലോ, വരാതിരിക്കാനുള്ള ശ്രമം ഞാൻ നടത്തിയിരുന്നു. വലിയ ബുദ്ധിമുട്ടാവും തോന്നിയപ്പോ പിന്നെ ഞാൻ പാഞ്ഞു കയറിയത്. അതുകൊണ്ട് കുറച്ചുകൂടി നേരം വൈകി. ഇല്ലെങ്കിൽ ഇതിന്റെ മുമ്പത്തെ ട്രെയിനിലാണ് വരുന്നത്. സാധാരണ നമ്മൾ യാത്ര പോകാൻ തന്നെ പ്രശ്നമില്ല. നമ്മളിപ്പോ യാത്ര പോകാന്നാല് നമുക്ക് ആ 2 കൂട്ടോ 3 കൂട്ടോ ഡ്രസ്സ് എടുത്ത് ഡെയിലിയും പോകാൻ എപ്പോഴും പോവാം.
പക്ഷെ ഈ തവണ ഭാര്യ കൂടെ ഉള്ളത് കൊണ്ട് ഓൽക്ക് തോന്നൂലേ അയാൾ യാതൊരു മൈൻഡുമില്ല, അയാൾക്ക് എപ്പോഴും വയൽ തന്നെ മതി. എന്നോട് ഞാൻ ഇറങ്ങണ സമയത്ത് ചോദിച്ചു, ഇന്ന് നിങ്ങൾ പോകണം, ഇന്ന് നിങ്ങൾ വയലിന് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, ദാൽഹുദായുടെ ബേഞ്ച ഉസ്താദുമാരൊക്കെ പോയിട്ടുണ്ട്, ഓലെ കുരുത്തക്കെട്ട് പറ്റിയാ പിന്നെ നമുക്ക് ആന്നെ മതിയാവെന്നും പറഞ്ഞിട്ട് പറഞ്ഞു പോകുന്നത്. എന്നോട് ചുങ്ങളൊരു ചപ്പാത്തി തിന്നാനും അത് വരൂലെന്ന് വെച്ചിട്ടുണ്ട്. ഓള് കരുതിയത് ഞാൻ മംഗലാപുരത്തേക്കാണ് എത്ര ദൂരെ പോരുന്നത് അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ മെല്ലെ പോകുന്ന പറഞ്ഞു പോകുന്നത്. സാധാരണ വേലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചപ്പാത്തിയൊക്കെ റെഡിയാവും നാടിന്റെ അടുത്താണെങ്കിൽ, അപ്പൊ ചപ്പാത്തിയൊക്കെ തിന്നാൻ വരൂലെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കണ്ട, വയലിൽ പറഞ്ഞുകൊടുത്ത് ചപ്പാത്തി ഉണ്ടാവും, നിങ്ങൾ തന്നോളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു പോവാം. ഞാൻ വരുന്ന സമയത്ത് ചെറിയൊരു ഓപ്ഷനും കൂടെ ഞാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. നാളത്തെ എന്റെ പോക്ക് മറ്റന്നാൾ ആക്കി തരുമോ, നാളെ പോകുന്നവരൊക്കെ പോയിക്കോട്ടെ, എന്നെ മാത്രം ഇന്ന് ഇറക്കി തന്നാലോ എന്ന് ഞാൻ ഒരു ചെറിയ ഓപ്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും ശരിയാവും എന്നുള്ള സമാധാനത്തിന്. അല്ലെങ്കിൽ ഇവിടുന്ന് എത്തി നാളെ പെട്ടിക്ക് തകർത്ത് നാളെ തന്നെ പോകേണ്ടി വരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു ഞാൻ ദീർഘിച്ച് ഞാൻ പറയില്ല, ദീർഘിച്ച് പറഞ്ഞാൽ ഒക്കെ ബുദ്ധിമുട്ടാവും എന്ന് തോന്നുന്നു. മനസ്സിലായല്ലോ, നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. നിങ്ങൾ രാവിലെ വൈകുന്നേരം 4 മണിക്ക് ഇരിക്കുന്ന മനുഷ്യന്മാരാണ്. ഞാനൊക്കെയാണ് പോയി കടന്നുറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയും ഒറ്റ കാര്യം കൂടെ പറയാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരിക്കാൻ പോകുന്നതിന്റെ മുമ്പ് നബിയോട് പറഞ്ഞു, തന്റെ മേൽക്കൂരയിലേക്ക്, വീടിന്റെ മേൽക്കൂരയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നബിയേ ഞാൻ മരിച്ചിട്ട് എന്നെ മയ്യത്ത് കുളിപ്പിച്ച് എന്നെ കഫം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് യാ റസൂലല്ലാഹ്, എന്നെ കഫം ചെയ്യുമ്പോൾ ഈ കഫം പുടയിലാകണം എന്നെ നിങ്ങൾ കഫം ചെയ്യേണ്ടത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ കഫം പുട നേരത്തെ തന്നെ ഒരുക്കി വെച്ചിരുന്നു. നേരത്തെ തന്നെ നമ്മളൊക്കെ കല്യാണത്തിനകത്ത് ഡ്രസ് എടുക്കുക, നേരത്തെ 2 ആഴ്ച മുമ്പ് പോയി ഡ്രസ് എടുക്കുന്നു. എന്താ തിരക്ക് പോവാൻ? ഈ പെങ്ങൾക്കറിയോ, എന്റെ പെങ്ങളെ നിങ്ങൾക്ക് ഈ ഡ്രസ് അണിയാൻ ഡേറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. പണ്ടത്തെ മനുഷ്യന്മാരൊക്കെ മയ്യത്തിന്റെ കഫം തുണി തയ്യാറാക്കി വെക്കാറുണ്ടായിരുന്നു. പണ്ടും അങ്ങനല്ല, പണ്ട് പള്ളിക്കൊക്കെ കയറിയ മയ്യത്ത് കെട്ടിൽ മുമ്പിൽ തന്നെ ഉണ്ടാവും. കയറുന്ന തലത്ത് തന്നെ മയ്യത്ത് കെട്ടിൽ മരണത്തെ കുറിച്ച് ഓർക്കാനാണ്. ഇന്ന് മയ്യത്ത് കെട്ടിലും കൊണ്ടുപോയിട്ട് റൂം വെച്ചു, ഉസ്താദിനെ റൂമിലാക്കി മാറി മയ്യത്ത് കെട്ടിൽ റൂമിലാണ്. മയ്യത്ത് കെട്ടിൽ എപ്പോഴും മരണത്തെ ഓർക്കാൻ സഹായിക്കും. അങ്ങനല്ലേ ചില നാട്ടിൽ ഉസ്താദ്മാർ അങ്ങനെ റൂമിലാക്കല. ഉസ്താദിനോട് ഉസ്താദെ നിങ്ങൾ ഇങ്ങനെ ഇവിടുത്തെ പൊതുപക്ഷത്തിൽ നിന്ന് ഇടപെടണം, നിങ്ങൾ നിസ്കരിക്കാൻ പോവാ, പത്ത് പോകാതെ ഇമാമത്തെ ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്തോളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളെന്ന് പറയാറുണ്ട് ചില നാട്ടിൽ. അതേപോലെ മയ്യത്ത് കെട്ടിൽ എപ്പോഴും മരണത്തെ ഓർക്കാൻ. പഴയകാലത്ത് ആളുകൾ അങ്ങനെയായിരുന്നു അല്ലേ? നിങ്ങളെ ഡ്രസ് എടുക്കാൻ പോകുമ്പോ ചിന്തിച്ചോ, എനിക്കിത് ധരിക്കാനുള്ള അവസരം ഉണ്ടാവും. ഏറ്റവും വലിയ ആൾക്ക് പോലും പറയാൻ കഴിഞ്ഞില്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആൾ എന്ന് ഇന്ത്യക്കാർ തന്നെ വിശേഷിപ്പിച്ച അബ്ദുൽ കലാം. അബ്ദുൽ കലാം മരിച്ചുവല്ലോ. അബ്ദുൽ കലാമിന്റെ മരണം ഇന്ത്യക്കൊരു പാടാ, നമുക്കൊക്കെ പാടാ, ലോകത്തെ മുഴുവൻ ആളുകൾക്കും പാടാ. ഇന്ത്യയെ അഗ്നി എന്ന് പറയുന്ന മിസൈലുകളുടെ ചിറകിലേറ്റിയ അബ്ദുൽ കലാം റോക്കറ്റ് വിക്ഷേപണ രംഗത്ത് ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ച അബ്ദുൽ കലാം തന്റെ കൈകൊണ്ട് നിർമ്മിച്ചൊരു മിസൈല് അയാളത് വിടുന്നതിന് മുമ്പ് പറയും, ഈ മിസൈൽ ഇന്ന സമയത്തത് ഇവിടുന്ന് തൊടുത്തുവിട്ടാൽ ഇത്രാമത്തെ മണിക്കൂറിലെ, ഇത്രാമത്തെ മിനിറ്റിലെ, ഇത്രാമത്തെ സെക്കൻഡിൽ ശത്രു രാജ്യത്തിന്റെ ഇന്ന ശിരാകേന്ദ്രത്തിൽ പോയി പതിക്കും. അബ്ദുൽ കലാമിന് പറയാൻ കഴിഞ്ഞിരുന്നു. മാത്രമോ അബ്ദുൽ കലാം ഒരു റോക്കറ്റ് വിക്ഷേപിച്ചാൽ, തന്റെ കൈകൊണ്ട് നിർമ്മിച്ച ഒരു റോക്കറ്റ് വിക്ഷേപിച്ചാൽ അബ്ദുൽ കലാം പറയും, അത് ഇത്ര മണിക്കൂർ, ഇത്ര മിനിറ്റും സെക്കൻഡും സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട്. ഇത് പറഞ്ഞിരുന്ന അബ്ദുൽ കലാമിന് തന്റെ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ അക്ഷരങ്ങൾ തനിക്ക് വായിക്കാനുള്ള സമയം 6:52 വരെയാണെന്ന് പറയാൻ കഴിഞ്ഞില്ല. ഷില്ലോങ്ങിലാണ് തന്റെ മരണമെന്ന് പറയാൻ കഴിഞ്ഞില്ല. ഷില്ലോങ്ങിലാണ് തന്റെ മരണമെന്ന്, തന്റെ സമയം അവിടെ അവസാനിക്കുമെന്ന്, മിസൈലിന്റെയും റോക്കറ്റിന്റെയും സമയം അവസാനിക്കുന്നത് എപ്പോഴെന്ന് പറഞ്ഞ അബ്ദുൽ കലാമിന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അബ്ദുൽ കലാം ഷില്ലോങ്ങിലേക്ക് യാത്ര ചെയ്യുമായിരുന്നില്ല. ചിന്തിക്കണം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഞാൻ അവസാനിപ്പിക്കാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആലോചിക്കണം, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റസൂലുള്ളാഹി ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 2 തവണയെങ്കിലും ഇതാലോചിക്കണമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി താൻ മരിക്കാൻ പോകുന്ന മെത്തയിൽ കിടന്നിട്ട് മേലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, നബിയേ ഞാൻ മരിച്ചാൽ അങ്ങ് എന്നെ ഈ കഫംപുടയിലാണ് കഫം ചെയ്യേണ്ടത്.
ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഫൻ പുടയെടുത്തു, മയ്യിത്ത് കുളിപ്പിച്ചു. ഖദീജ ബീവി മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞ് കഫൻ ചെയ്യാനായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞ പോലെ ആ കഫൻ തുണി എടുത്തിട്ട് നിവർത്തി നോക്കുമ്പോഴല്ലേ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേങ്ങി തേങ്ങി കരഞ്ഞു പോയത്. ആ കഫൻ തുണി പെങ്ങളെ കേൾക്കണം നിങ്ങൾ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആരാ? ഖുബൈലിദിന്റെ മകളാണ്, മക്കയിലെ കച്ചവടക്കാരിയാണ്, കോടീശ്വരയാണ്. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരിച്ചിട്ട് കഫൻ ചെയ്ത തുണി 40ഓളം ചെറിയ തുണിക്കട്ടങ്ങൾ വെച്ച് തുന്നിപ്പിടിപ്പിച്ച കഫംപുടയായിരുന്നു ഖദീജ ബീവിയുടെ കഫംപുട. ഖദീജ ബീവിയുടെ സ്വത്തൊക്കെ ഖദീജ ബീവി എന്ത് ചെയ്തതാ? കല്യാണം കഴിച്ച് അടിച്ചു പൊളിച്ച് തീർത്തതല്ല, അനാവശ്യം ചെയ്തതല്ല, ഡ്രസ് വാങ്ങി തീർത്തതല്ല, വണ്ടി മാറി മാറി വാങ്ങിച്ചു തീർത്തതല്ല. പിന്നെയോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് കൊടുത്തിട്ട് ഫഖീറത്തായി ഒന്നുമില്ലാതെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ഞാൻ എന്റെ ഉമ്മമാരോട് പറയാം, നിങ്ങൾ ചിലപ്പോൾ സമ്മതം ചോദിച്ചു വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ സമ്മതം ചോദിക്കുക. എന്റെ കയ്യിൽ 10 വളല്ലേ, ഒരു വള ഞാൻ നൂറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിക്ക് കൊടുക്കട്ടെ, അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനത്തിന് കൊടുക്കട്ടെ എന്ന് നിങ്ങൾ ചോദിക്കണം. കയ്യിലുള്ള ഒരു മോതിരം ഞാൻ കൊടുക്കട്ടെ. നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കൂല, നിങ്ങളല്ലോ എന്റെ നാട്ടുകാര് ഒരു കേൾക്കില്ലല്ലോ, അള്ളാഹ്ക്ക് കൊടുക്കൂല. പിന്നെ നമ്മളൊക്കെ പൊന്നു കൊടുക്കണമെങ്കിൽ കുടുംബത്തിലാരെങ്കിലും പ്രസവിക്കണം. ഏട്ടന്റെ മോള് പ്രസവിച്ചാൽ അവിടെ ഒരു വള, അനുജന്റെ മോളെ കുട്ടി പ്രസവിച്ചാൽ അവിടെ 2 മോതിരം, സ്വന്തം മക്കൾ പ്രസവിച്ചാൽ നല്ല ഒരു 2 പവന്റെ മാല. അല്ലാഹുവിന്റെ ദീനിന് പൊന്നൊന്നുമില്ല, ഇത് തന്നെ റബ്ബിന്റെ ദീനിന് നമ്മൾ എന്തു കൊടുത്തു എന്ന് ചിന്തിക്കണം. ദുആയിലേക്ക് കടക്കാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്നോട് ഈ വിഷയത്തിലേക്ക് ധർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും എന്നുണ്ടെങ്കിൽ ഉമ്മമാരോട് പറയുന്നു, പൊന്നോ ഒരു സഹോദരി 1 പവന്റെ സ്വർണ്ണാഭരണം കൊടുത്തേച്ചു. ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കാണ് വല്ലാത്ത സ്വന്തം ജീവിച്ചിരിക്കണം ഉമ്മാക്കെന്നാ ഈ ഉമ്മയാണ് ആ മോളെ കഴുത്തിൽ 20 പവൻ കൊടുത്ത്. അപ്പൊ ആ മോള് അതിന് 1 പവൻ ഉമ്മാക്ക് കൊടുക്കാം സ്ഥാപനത്തിന്. മക്കൾ വല്ലാത്തൊരു കാലഘട്ടം. ഈ അടുത്തൊരു വാപ്പനോട് പറഞ്ഞു 100 പവൻ ഞാൻ എന്റെ മോക്ക് കൊടുത്തിരുന്നു സാറേ. പിന്നെ ഞാൻ പാപ്പർ സൂട്ടായി പോയി. അപ്പൊ ഞാൻ ഓളോട് ആ സ്വർണം കുറച്ച് കൊണ്ട ഞാൻ പിന്നെ തിരിച്ചു തരാമെന്നപ്പോ പറഞ്ഞേ വാപ്പാക്ക് നീ എന്നത് തിരിച്ചൊരുന്നില്ല, കാരണം വാപ്പർ സൂട്ടാണ്, അതുകൊണ്ട് എന്നോട് ചോദിക്കരുത്. കാലം അങ്ങനെയുള്ള കാലം. ഞങ്ങളുടെ മക്കൾക്ക്